മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, ഇപ്പോഴ് ഇന്നത്തോടെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രശ്നത്തിന് ഹൈലൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നു. ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ നോട്ടിനെ നമ്മുടെ മേശയിൽ എവിടെയെങ്കിലും കണ്ണാടിയുടെ അടിയിലോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്തിടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ നോട്ട് ഭംഗിയായി തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും കാതൽ. അതിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം ഈശ്വരാനുഗ്രഹം, അത് കഴിഞ്ഞ് പരദേവത, ഇഷ്ടദേവത, നാഗർ കോപം അല്ലെങ്കിൽ സർപ്പശാപം, പ്രേതകോപം, പിതൃശാപം, മാതൃശാപം, കൈവിഷദോഷം, ദൃഷ്ടിദോഷം, വാഗ്ദോഷം, ആഭിചാര പ്രശ്നം. ഇനി വിവിധമായ കാര്യങ്ങളുണ്ട്. ഇനി പലതും ചോദിക്കുന്നതനുസരിച്ച് നീങ്ങേണ്ടത് പലതുമുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ചു. ഇനി എന്തെങ്കിലും പ്രധാനമായിട്ട് പറയാനുള്ളത് കൊണ്ടോ? നമ്മളെ സിലബസിൽ വരുന്നതേ ചോദിക്കാവൂ, അല്ലാതെ ഇല്ലാത്തത് ചോദിക്കണ്ട. നമുക്ക് പ്രശ്നത്തിന്റെ എക്സാമ്പിളും അതുപോലെ ജാതകത്തിന്റെ എക്സാമ്പിളുമാണ് നമ്മൾ ഈ പേജിൽ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞിട്ട് അടുത്ത കാര്യം. സാറ്, ഒരാൾക്ക് എത്ര വർഷം ആയുസ് കാണും എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും സാറേ? എത്ര വയസ്സ് വരെ എന്നുള്ളത്? അത് വേണമെങ്കിൽ ആദ്യം ബാലാരിഷ്ടതയുണ്ട്, അത് 12 വയസ്സാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അല്പായുസ്, മധ്യ ആയുസ്, ദീർഘായുസ്, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അല്പായുസ് എന്ന് പറയുന്നത് അപ് ടു 32 ഇയേഴ്സ് ഓൾഡ്. മധ്യ ആയുസ് എന്ന് പറയുന്നത് അപ് ടു 72 ഇയേഴ്സ് ഓൾഡ്. ദീർഘായുസ് എന്ന് പറയുന്നത് എബവ് 72. ഇങ്ങനെ 3. അപ്പോൾ അല്പായുസ്, മധ്യ ആയുസ്, ദീർഘായുസ്. അതില് ലഗ്നാധിപനും ശുഭഗ്രഹങ്ങളും എല്ലാവരും ബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ വേണം എന്നുള്ളവരിന് പ്രത്യേകിച്ച് നോട്ട് തരില്ല, എല്ലാം തന്നിട്ടുള്ളതാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറിച്ചെടുത്തോളണം ഉള്ളതിൻ്റെ ഇടയിൽ കൂടെ. പ്രത്യേകിച്ച് തരേണ്ട ആവശ്യം, ഇതെല്ലാം തന്നിട്ടുണ്ട്. അതായത് ലഗ്നാധിപൻ ശുഭനായാലും പാപനായാലും കുഴപ്പമില്ല. ലഗ്നാധിപനും ശുഭന്മാരും വ്യാഴം, ശുക്രൻ, ബുധൻ, ബലമുള്ള ചന്ദ്രൻ, ഇവരെല്ലാവരും ബലവാനായി കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ നീചം വരരുത്, മൗഢ്യം വരരുത്. അതാണ് നീചവും മൗഢ്യവും പാപബന്ധങ്ങൾ, കടുത്ത പാപബന്ധം, പാപ മധ്യസ്ഥിതി ഒന്നും വരരുത്. അതാണ് ബലം എന്നത്. നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസ് പറയാം. ദീർഘായുസ് എബവ് 72. ഇതില് 4 ഘടകമാണ് പറയുന്നത്. 4 അല്ല 5 ഘടകം വരും. ചന്ദ്രനെ ചേർത്ത് 5 ഘടകം വരും. 3 ശുഭന്മാരും ബലമുള്ള ചന്ദ്രൻ ബലമുണ്ടെങ്കിൽ, പക്ഷബലമുണ്ടെങ്കിൽ ശുഭനാണ്, പക്ഷബലം ഇല്ലെങ്കിൽ പാവൻ എന്നാണ് നമ്മളെ കോരയിൽ പറയുന്നത്. അപ്പോൾ അതും ലഗ്നാധിപൻ ശുഭനായാലും പാവനായാലും ഒരേ കണക്കാണ്. അത് നമ്മൾ ശുഭനായിട്ട് എടുക്കുള്ളൂ. അവര് ബലമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദീർഘായുസ് പറയും.
ഈ 5 ഘടകത്തിൽ 4 ഘടകമേ ഉള്ളെങ്കിൽ ഒരല്പം കുറയും എന്ന് പറയാം. 3 ഘടകമാണെങ്കിൽ വീണ്ടും കുറയും. 2 ഘടകമാണെങ്കിൽ വീണ്ടും കുറയും. ഇങ്ങനെ വരും. ഇത് ഒരു വഴിയിൽ കൂടെ കണക്കാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലഗ്നാധിപനും ശുഭന്മാരും ബലവാന്മാരായി കേന്ദ്രത്തിൽ നിൽക്കുക. ഇത് 5 ഗ്രഹങ്ങൾ വരും. അത് കഴിഞ്ഞ് അഷ്ടമാധിപന് ബലം വേണം. അഷ്ടമമാണ് ആയുസ്. അഷ്ടമത്തിന് ബലം വേണം. അഷ്ടമത്തിൽ പാവന്മാർ നിൽക്കരുത്. അഷ്ടമാധിപന് ബലം വേണം. അഷ്ടമത്തിൽ പാവൻ നിൽക്കരുത്. പിന്നെ ആയുസിന്റെ കാരകൻ ശനി. ശനിക്ക് ബലം വേണം. ഇതെല്ലാം ഒത്തുവരുന്ന ജാതകങ്ങളാണ് ഒരുപാട് കാലം ഇരിക്കുന്നത്. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്തുകൊള്ളണം. അടുത്തിനി മധ്യ ആയുസ് എന്ന് പറയുന്നത് ഈ ശുഭന്മാരും പറഞ്ഞല്ലോ, 4 ശുഭന്മാരും ലഗ്നാധിപനും പണപരത്തിൽ വന്നാൽ, പണപരം എന്ന് പറയുമ്പോൾ 2, കേന്ദ്രം എന്ന് പറഞ്ഞാൽ 1, 4, 7, 10. പണപരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത രാശികൾ 2, 5, 8, 11. 1, 4, 7, 10ന്റെ അടുത്ത ഭാവങ്ങൾ 1ന്റെ അടുത്തത് 2, 4ന്റെ അടുത്തത് 5, 7ന്റെ അടുത്തത് 8, 10ന്റെ അടുത്തത് 11. 2, 5, 10, 11 വന്നു കഴിഞ്ഞാൽ മധ്യമ ആയുസ് പറയാം. മധ്യ ആയുസ്. ഇവർ ആബോ ക്ലീമത്തിൽ വന്നാൽ, ആബോ ക്ലീമം എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്തത് 3, 6, 9, 12 വന്നാൽ അല്പ ആയുസ് പറയാം. വന്നാൽ മാത്രം പോരാ, ഇവർക്ക് ബലമില്ലാതെ ജാതകം നോക്കി എടുക്കണം. അതാണ് ജോലി. ജാതകം നോക്കി എടുക്കലാണ് നമ്മുടെ ജോലി. ജാതകം നോക്കി മനസ്സിലാക്കി എടുക്കണം. ഒരു മിനിറ്റ് ഞാനൊരു എക്സാമ്പിൾ എടുക്കട്ടെ. എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് എഴുതിക്കൊള്ളണം. ഹലോ, പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. 7-3-79 സ്പീഡായിരിക്കണം. 7-3-79 6:30 AM പുരുഷൻ. 6:30 AM പുരുഷൻ. തിരുവാതിര. ഗ്രഹനിലയിട്ടുള്ളൂ. മീനത്തില് ബുധൻ. മിഥുനത്തില് ചന്ദ്രൻ. കർക്കടകത്തില് വ്യാഴം. ചിങ്ങത്തില് ശനി, രാഹു. കന്നിയില് മാന്നി. മകരത്തില് ശുക്രൻ. കുംഭത്തിലെ ലഗ്നം രവി, ചൊവ്വ, കേതു. 16-7-12 വരെ രാഹുദശ. 16 വർഷം 7 മാസം 12 ദിവസം രാഹുദശ. 12 22 ആണ്, ഏതായാലും കുഴപ്പമില്ല. 16 വർഷം 7 മാസം 12 ദിവസം രാഹുദശ. അപ്പോൾ ഞാനിപ്പോ പറഞ്ഞത് കേട്ടല്ലോ. ശുഭന്മാരും ലഗ്നാധിപനും കേന്ദ്രത്തിൽ, ബലവാനായി കേന്ദ്രത്തിൽ വരിക, അഷ്ടമത്തിന് ബലം വരിക, അഷ്ടമാധിപന് ബലം വരിക, ശനിക്ക് ബലം വരിക. ഇങ്ങനെ വന്നാൽ ദീർഘായുസ്. ഇവര് ഇതിന്റെ അടുത്ത രാശികളായ പണപരത്തിൽ വന്നാൽ മധ്യമായുസ്. ഇവർ ആപോക്ലിമത്തിൽ വന്നാൽ ദീർഘായുസ്. ഇനി ശുഭന്മാര് കേന്ദ്രത്തിൽ വന്നാലാണ് കൊടുക്കുന്നത്. ശുഭന്മാര് അടുത്ത ഇത് ഒരു സെറ്റ്. ശുഭന്മാര് കേന്ദ്ര ത്രികോണ 2-11 വരുന്നത് നല്ലത്.
കേന്ദ്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. അത് കഴിഞ്ഞാൽ ത്രികോണം 5, 9. കേന്ദ്ര ത്രികോണ 2, 11 വന്നാൽ കൊള്ളാം. ശുഭന്മാര് കേന്ദ്ര ത്രികോണ 2, 11. 6, 8, 12 ശുഭന്മാര് പോകരുത്. നമ്മൾ പഠിക്കുന്നത് ആയുസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബാക്കി ധനശേഷിയോ എഡ്യൂക്കേഷനോ അമ്മയുടെ കാര്യമോ അച്ഛന്റെ കാര്യമോ ഒന്നും ഇവിടെ വരുന്നില്ല. എല്ലാം കൂടി കൊണ്ട് കുഴയ്ക്കരുത്. ആയുസ് പറയുമ്പോൾ മറ്റൊന്നും ചിന്തിക്കരുത്, ആയുസ് മാത്രം. അപ്പോൾ ശുഭന്മാര് കേന്ദ്രം കഴിഞ്ഞിട്ട് ത്രികോണത്തിലോ 2, 11 വരാം. 8 വന്നാലും നല്ലതിന്. 8 വന്നാലും ആയുസിന് ദോഷമില്ല. പിന്നെ 6, 8, 12 ശുഭന്മാര് പോകരുത്. പാപന്മാര് 3, 6, 11 വരണം, കേന്ദ്ര ത്രികോണങ്ങളിൽ വരരുത്. പാപന്മാർ 3, 6, 11 വരണം, കേന്ദ്ര ത്രികോണങ്ങളിൽ വരരുത്. അങ്ങനെ വന്നാൽ ദീർഘായുസ്. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവര് നോക്കണം, ഇത് എങ്ങനത്തെ ആയുസായിരിക്കും നോക്കണം, പെട്ടെന്ന് നോക്കണം. ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല? ശുഭന്മാര് കേന്ദ്ര ത്രികോണ 2, 11 വരണം, 6, 8, 12 വരരുത്. പാപന്മാർ 3, 6, 11 വരണം, കേന്ദ്ര ത്രികോണങ്ങളിൽ വരരുത്. വന്നു കഴിഞ്ഞാൽ ആയുസിനെ ദോഷം ചെയ്യും. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ശുഭന്മാർ എവിടെയൊക്കെ നിൽക്കണം നോക്കണം. ശുഭന്മാരൊന്നും കേന്ദ്രത്തിലില്ല, കേന്ദ്രത്തിലുമില്ല, ത്രികോണത്തിലും ചന്ദ്രനുണ്ട്. 2-ലുമില്ല, 11-ലുമില്ല. 2-ൽ ഒരാൾ നിൽക്കുന്നത് നീചം, കണക്കിലെടുക്കാൻ പറ്റില്ല, ബലമില്ല. കേന്ദ്രത്തിൽ ഒരു ശുഭന്മാരുമില്ല, ചന്ദ്രനുമില്ല. ലഗ്നാധിപതി കേന്ദ്രത്തിലുണ്ട്, നോക്കണം. പക്ഷെ അതിന് കടുത്ത പാപബന്ധവുമാണ്. ആ ലഗ്നാധിപതി രാഹുവിന്റെ കൂടെ ചൊവ്വയുടെ ദൃഷ്ടി, സൂര്യന്റെ ദൃഷ്ടി, കേതു, എല്ലാ പാപന്മാരും കേന്ദ്രത്തിൽ നോക്കണം. അപ്പോഴ് കേന്ദ്ര ത്രികോണ 2, 11 ബലമുള്ള ശുഭന്മാരില്ല. കേന്ദ്ര ത്രികോണ 2 നിൽക്കുന്ന ആള് നീചം, അത് കണക്കാക്കാൻ പറ്റൂല. കേന്ദ്ര ത്രികോണ 2, 11 ആരില്ല? ശുഭന്മാരില്ല. 2 നിൽക്കുന്ന ശുഭന് ബലമില്ല. ലഗ്നാധിപൻ കേന്ദ്രത്തിലുണ്ട്, അതിന് കടുത്ത പാപബന്ധം. ലഗ്നാധിപൻ കേന്ദ്രത്തിലുണ്ട്, അതിന് കടുത്ത പാപബന്ധം. ഇനി കേന്ദ്രത്തിൽ നിൽക്കുന്ന ആരൊക്കെ നോക്കണം. കേന്ദ്രത്തിൽ നിൽക്കുന്നത് ആരൊക്കെ നോക്കണം. 5 പാപന്മാരാണ് നമുക്കുള്ളത്. 5 പേരും കേന്ദ്രത്തിൽ കുറ്റിയടി നിൽപ്പുണ്ട്. ചൊവ്വ, സൂര്യൻ, കേതു, രാഹു, ശനി. 5 പേരും കേന്ദ്രത്തിൽ. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നത് പോലെ, എന്നാ കാണട്ടെന്ന് പറഞ്ഞതുപോലെ 5 പേരും കേന്ദ്രത്തിൽ. അഷ്ടമത്തിൽ ആരെങ്കിലും ഉണ്ട്? അഷ്ടമാണ് ആയുസിന്റെ സ്ഥാനം. അഷ്ടമത്തിൽ ആരുണ്ടെന്ന് നോക്കണം. അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയില്ലേ? അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അഷ്ടമാധിപന് നീചം, അപ്പോൾ അഷ്ടമവും പോയി. അഷ്ടമത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി, അഷ്ടമാധിപന്റെ ദൃഷ്ടിയും ഉണ്ട്, നീചം. അഷ്ടമാധിപൻ നീചം, അപ്പൊ അഷ്ടമവും പോയി. ആയുസിന്റെ ബലം കൊടുക്കുന്ന കാരകൻ ശനി, ശനിക്ക് കടുത്ത പാപബന്ധം. അപ്പോൾ ഇയാൾക്ക് എങ്ങനെയുള്ള ആയുസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ തന്നെ പറയണം. അല്പായുസ്. 31-ാമത്തെ വയസ്സിൽ വാഹന അപകടം, ഇലക്ട്രിക് ഷോക്ക്, അതായത് ഇലക്ട്രിക് ഷോക്ക് ഒരിക്കൽ വന്നു. 28, 29-ാമത്തെ വയസ്സിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് വന്നു, കുഴപ്പമുണ്ടായി. അതിനുശേഷം തലയിൽ ഇരുമ്പ് ഷീറ്റ് വീണ് മരിച്ചു 31-ാമത്തെ വയസ്സിൽ. ഇങ്ങനെ വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഇവിടെ ആകെ കൂടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ 5-ൽ നിൽപ്പുണ്ട്, അത് ബലവുമുണ്ട്.
വേറെ ഒരുത്തരെയും നല്ലത് പറയാൻ ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും വ്യാഴത്തിന് ഉച്ച വരികയില്ലേ, 12 ശുക്രൻ നല്ലത് ചെയ്യൂലേ? വ്യാഴത്തിന് ഉച്ച ഉണ്ടാക്കിയാൽ അത് 6 നിൽക്കും, ശത്രുക്കൾ ഉണ്ടാവില്ല. ശുക്രൻ 12 ശുക്രൻ നിന്നാൽ ധനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ധനം ഉണ്ടാവുമായിരിക്കും. ആയുസിന്റെ വിഷയം വേറെ. ഇതാണ്. ഇനി എപ്പോഴും മരിച്ചു എന്ന് ചോദിച്ചാൽ അതും കൂടി പറഞ്ഞുതരാം. ഒരു ചോദ്യം ചോദിച്ചതല്ലേ. വ്യാഴദശയുടെ അവസാനം ചൊവ്വയുടെ അപകാരം വന്നപ്പോൾ ആണ് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായത്. ചൊവ്വയ്ക്ക് അഷ്ടമത്തിൽ ദൃഷ്ടിയുണ്ട്. ചൊവ്വയ്ക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ നോക്കുന്ന ഗ്രഹത്തിന്റെ സമയം വരുമ്പോഴും കുഴപ്പമുണ്ടാവും. അഷ്ടമത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്ന ഗ്രഹത്തിന്റെ സമയം വരുമ്പോൾ ആയുസിന് ദോഷം വരും. മനസ്സിലാകുന്നുണ്ടോ? അഷ്ടമത്തിൽ നോക്കുന്നത് ആര്? നോക്കുന്നതിൽ ബലമുള്ളത് ചൊവ്വയ്ക്ക് തന്നെ. ചൊവ്വയ്ക്ക്. നോക്കുന്നതിൽ ബലമുള്ള ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വയുടെ സമയം വന്നപ്പോൾ അടിച്ചു. അതായത് അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആദ്യം അല്പായുസാണോ മധ്യ ആയുസാണോ ദീർഘായുസാണോ എന്ന് കണ്ടെത്തണം. അല്പായുസാണെങ്കിൽ 32 വയസ്സിനകത്ത്, ഇതിനകത്ത് വച്ച് ഈ 32 വയസ്സിനകത്ത് വച്ച് ഈ അഷ്ടമത്തിൽ ആര് നിൽക്കുന്നു നോക്കുന്നു അവരുടെ സമയം വരുമ്പോൾ കുഴപ്പമുണ്ടാവും. അതേസമയം ഇദ്ദേഹത്തിന് ദീർഘായുസുള്ള ജാതകം ഒന്ന് കണക്കാക്കുക എങ്കിൽ 32ാമത്തെ വയസ്സിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ സമയത്ത് കുഴപ്പമുണ്ടാവും. ഇയാൾക്ക് ദീർഘായുസുണ്ട്, 90 വയസ്സ് വരെ ഉണ്ടെന്ന് കിടക്കും. ഒരു 90-95 വയസ്സ് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 32ാമത്തെ വയസ്സിൽ ഇയാൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന അഷ്ടമത്തിൽ ദൃഷ്ടിയുള്ള ചൊവ്വയുടെ അപകാരം വന്നു. അപ്പോൾ ആയുസിന് ദോഷം വരുമോ? എന്തെങ്കിലും അപകടം വന്ന് പോകുകയുള്ളൂ സാർ. എന്തെങ്കിലും ചെറിയ തട്ടോ മുട്ടോ കിട്ടിയങ്ങ് പോകും. ഒരു വീഴലോ ഒരു തട്ടോ മുട്ടോ ഒക്കെ കിട്ടിയെടുത്തങ്ങ് പോകും, അത്ര തന്നെ. ഇത് രണ്ടും കൂടി ഒത്തു വരണം. ഈ അല്പ ആയുസിന്റെ സമയം വരികയും വേണം, അല്പായുസിന്റെ സമയം വരികയും വേണം, അല്പായുസേ ഉണ്ടായിരിക്കുകയും വേണം. അതിനിടയിൽ വെച്ച് ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഗ്രഹത്തിന്റെ സമയവും രണ്ടും കൂടി ഒരുമിച്ച്. അതുപോലെ മധ്യ ആയുസാണെങ്കിൽ അതിന്റെ കാലഘട്ടത്തിൽ ഇത് വരണം. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പെട്ടെന്നൊന്നും നമുക്ക് ക്ലിക്കാകുന്നതല്ല. അല്ലെങ്കിലും ലഗ്നത്തില് 2 പാപന്മാരും ശനിയുടെ ദൃഷ്ടിയും വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ സാർ. അത് ഇത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ റീസൺ. ഇതാണ്. ലഗ്നത്തിൽ 2 പാപൻ വന്നു ശനിയുടെ വരുമ്പോൾ 3 പാപന്മാര് കേന്ദ്രത്തിലായി. പാപന്മാര് കേന്ദ്രത്തിലെടുത്ത് പാപന്മാര് വരാം, അത് ലഗ്നാധിപനായിരുന്നാൽ കുഴപ്പമില്ല. ലഗ്നാധിപൻ എക്സംഷനാണ്. പിന്നെ പഞ്ചമകാ പുരുഷ യോഗങ്ങൾ വന്നാൽ ആയുസ് ദീർഘിപ്പിക്കും. കേസരി യോഗം ആയുസിനെ ദീർഘിപ്പിക്കും. ബലമുള്ള കേസരി യോഗം, പഞ്ചമകാ പുരുഷ യോഗങ്ങൾ, ഇതൊക്കെ ആയുസിനെ ദീർഘിപ്പിക്കും. എല്ലാം നിങ്ങളുടെ നോട്ടിലുണ്ട്. പെട്ടെന്ന് മരിച്ചു പോകുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം ഉണ്ട് സാർ. പെട്ടെന്ന് അത് വന്നിട്ട് 1.5 വയസ്സ് വരെനകത്ത് വെച്ച് അതിന് കുറെ ബാലാരിഷ്ടത കുറെ ഉണ്ട്. സുതമത നവമ ലഗ്ന അന്ത്യരന്തരീക്ഷ, അതായത് അതിന് വരണത് ഈ ശുഭഗ്രഹങ്ങളൊന്നും കേന്ദ്രത്തിലൊന്നും വരാതെ ചന്ദ്രൻ ലഗ്നം 5, 7, 9, 8, 12 വരണം. ചന്ദ്രൻ ലഗ്നം 5, 7, 9, 8, 12 ചന്ദ്രൻ വന്ന് ചന്ദ്രന് പാപയോഗവും വരണം. വന്നു കഴിഞ്ഞാൽ 1.5 വയസ്സ് 1.5 വയസ്സിനകത്ത് വെച്ച് മരിച്ചു പോകും. അതിൽ ഇതുപോലത്തെ ആയുസിനെ ദീർഘിപ്പിക്കുന്ന ലക്ഷണങ്ങളൊന്നും വരികയും ചെയ്യരുത്. അതൊരു വലിയ സബ്ജക്റ്റാണ്. ബാലാരിഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് ഒരു അധ്യായത്തിന്
മാറ്റിയിട്ടുണ്ട് 6-ാമത്തെ അധ്യായം പോരയിൽ. അതായത് ഈ ആയുസ്സിനെ ദീർഘിപ്പിക്കുന്ന ലക്ഷണങ്ങൾ ഇല്ലാതെയും വന്ന് അതാണ് ചന്ദ്രൻ 1, 5, 7, 9, 8, 12 ചന്ദ്രൻ വരികയും അവിടെ ഒരു പാപം നിൽക്കുകയും വേണം. ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ വരികയും ചെയ്യരുത്. ശുഭന്റെ യോഗമോ ദൃഷ്ടിയോ ചന്ദ്രൻ വരികയും ചെയ്യരുത്, എങ്കിൽ കുട്ടി പെട്ടെന്ന് മരിച്ചു പോകും. അടുത്ത വേറെ ചോദിക്കണം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. വേറെ ആരെങ്കിലും ഒക്കെ ചോദിക്കട്ടെ സാറേ? വേറെ ആരെയും ചോദിക്കണം. ഇനി ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിനക്ക് ചോദിക്കാനില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഏതൊരു കാര്യത്തിന് നമ്മൾ ഒരാൾ ഒരു കാര്യം ചോദിച്ചു, ജാതകം നോക്കുമ്പോൾ ഒരു കാര്യം പെട്ടെന്ന് ചോദിച്ചു, എൻ്റെ അച്ഛൻ എങ്ങനെ ഇരിക്കും, എനിക്ക് ജോലി എപ്പോഴും കിട്ടും, എൻ്റെ വിദ്യാഭ്യാസം എങ്ങനെ ഇരിക്കും, എനിക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, എപ്പോഴും നന്നാവും. എല്ലാവർക്കും ഉള്ള സംശയം അത് തന്നെയാണ്. പണം എത്ര കിട്ടിയാലും തികയൂല. നമ്മളായിരുന്നു അങ്ങനെ തന്നെ. അയ്യോ എനിക്ക് ഭയങ്കര ദാരിദ്ര്യം. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് ചോദിക്കുന്ന എവിടെ കൂടെയെങ്കിലും ആയിരിക്കും ചോദ്യങ്ങൾ വന്നത്, ചറപറായിട്ട് വരും. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും ഒരു വിഷയം, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും മാരേജ് നടക്കും, കല്യാണ ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും വിവാഹ ജീവിതം നന്നായിരിക്കുമോ എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും? പൊതുവായിട്ട് ഏതൊരു കാര്യം ചോദിച്ചാലും അതുമായി ബന്ധമുള്ള പാപം ഏതെന്ന് ആദ്യം നോക്കണം. ഇപ്പൊ ഇതൊന്നുമല്ല, ഒരു ധനകാര്യം, ധനം, എനിക്ക് സാമ്പത്തികമൊക്കെ കയ്യിൽ ഒന്നും നിൽക്കില്ല, എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും, എൻ്റെ സാമ്പത്തിക ശേഷി എപ്പോഴും റെഡിയാവും എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പാപങ്ങള്, ഏതൊക്കെ പാപാധിപന്മാര്, ഏതെല്ലാം കാരകനെ നോക്കും നിങ്ങൾ പറയണം. രണ്ട്, 6, 11. 2, 5, 11, 9, 11. 2, 11 പ്രധാനം. 2, 6 പറയുന്നത് തൊഴിലാണ്. 2, 6, 10 പറയുന്നത് ജോലി സംബന്ധമാണ്, സർക്കാർ സംബന്ധം. 2ഉം 11ഉമാണ് സാമ്പത്തിക സ്ഥാനങ്ങൾ. 11 എല്ലാത്തിൻ്റെയും അഭീഷ്ട സിദ്ധി സ്ഥാനമാണ് 11. ടോട്ടാലിറ്റി ഓഫ് ദി ഗെയിൻസ് റിസീവ്ഡ് ഫ്രം ആൾ അതർ ഹൗസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ടോട്ടാലിറ്റി ഓഫ് ദി ഗെയിൻസ് റിസീവ്ഡ് ഫ്രം ആൾ അതർ ഹൗസസ്, മറ്റെല്ലാ 10 ഭാവങ്ങളിൽ നിന്നും കിട്ടുന്നതിന്റെ ആകെ തുക 11 കിട്ടുമെന്നാണ്. അപ്പൊ 2ഉം 11ഉം സാമ്പത്തിക സ്ഥലങ്ങൾ. ഒരു ജാതകം എഴുതിക്കൊണ്ടും പെട്ടെന്ന് എഴുതണം, എന്നാലേ ശരിയാവൂ. അല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഒരു ഗ്രഹനില മാത്രം മതി, വേറെ ഒന്നും വേണ്ട. 27/9/53, 27/9/53, 9:10 AM, 9:10 AM കാർത്തിക. 1:45 വയസ്സ് വരെ സൂര്യദശ. ഉദ്ദേശം മതി, അതിനപ്പുറമൊന്നും വേണ്ട. 1:45 വയസ്സ് വരെ സൂര്യദശ. ഇടവത്തിലെ ചന്ദ്രൻ, മിഥുനത്തില് വ്യാഴം, കർക്കടകത്തിലെ കേതു, ചിങ്ങത്തിൽ ശുക്രനും ചൊവ്വയും, കന്നിയില് രവിയും ബുധനും, തുലാത്തിൽ ലഗ്നവും ശനിയും,
തുലാത്തില് ലഗ്നവും ശനിയും. മകരത്തില് രാഹു, കുംഭത്തില് മാങ്ങി. അംശകം, ചൊവ്വയുടെ അംശകം ചിങ്ങത്തില്. ചൊവ്വയുടെ അംശകം ചിങ്ങത്തില് പുറത്തോട്ടുണ്ട്, അത് മാത്രം മതി. ചൊവ്വയുടെ അംശകം ചിങ്ങത്തില്, വേറെ ഒന്നും അംശകം വേണ്ട. അപ്പോൾ ഇതില് സാമ്പത്തിക ശേഷി എങ്ങനെയായിരിക്കും പറഞ്ഞു നോക്കണം. എല്ലാരും ആ ഗ്രഹനിലയിൽ തന്നെ നോക്കണം. 2ഉം 11 നോക്കിയാൽ മതി. രണ്ടാം ഭാവപതി എവിടെ നിൽക്കുന്നേ? 11. അത് വർഗോത്തമമാകുമ്പോൾ എങ്ങനെയാണ്? വർഗോത്തമല്ലേ? വർഗോത്തമമാണ്, ബന്ധുഗൃഹത്തിലാണ്. ബന്ധുഗ്രഹത്തിലാണ്. വർഗോത്തമമാണ്, 11ലാണ്, ബന്ധുഗ്രഹത്തിലാണ്, ലഗ്നാധിപന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവിടെ ചൊവ്വയും ശുക്രനും നിൽക്കുന്നു എന്നുള്ള അപവാദമൊന്നും വേണ്ട, അത് വേറെ വിഷയം. വിവാഹ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പോകണം. ഇവിടെ അതല്ല ചോദ്യം, ഇവിടെ ധനമാണ് ചോദ്യം. ചോദ്യത്തിന് മറുപടി. രണ്ടാം ഭാവാധിപൻ 11ല്, അപ്പോൾ 2, 11മായി ബന്ധപ്പെട്ടു. അതിന് വർഗോത്തമാകുമ്പോൾ സ്വക്ഷേത്രത്തിന്റെ ബലം കിട്ടും. ലഗ്നാധിപന്റെ കൂടെയാണ് നിൽക്കുന്നത്. ലഗ്നവുമായിട്ട് ബന്ധം വരുമ്പോഴാണ് അനുഭവ യോഗ്യം ഉണ്ടാവുന്നത്. ആൾക്കാർ പറയും എന്റെ കുടുംബത്തിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയും പോലെ. കുടുംബത്തിൽ സ്വത്തുണ്ടെങ്കിൽ നമുക്ക് അനുഭവ യോഗ്യം വരണമെങ്കിൽ ലഗ്നവുമായിട്ടോ ലഗ്നാധിപനുമായിട്ടോ ഒരു ബന്ധം വരണം. ഇവിടെ ലഗ്നാധിപന്റെ കൂടെ. അപ്പോഴേ രണ്ടാം ഭാവാധിപൻ 11ല്, അതിന് വർഗോത്തമം, സ്വക്ഷേത്രത്തിന്റെ ബലം, ലഗ്നാധിപന്റെ കൂടെ 2ല് ദൃഷ്ടിയുണ്ട്. നോക്കണം, രണ്ടാം ഭാവത്തിന് 2ല് ദൃഷ്ടിയുണ്ട്. ദൃഷ്ടിയില്ലേ? ഉണ്ട്. ഭാവത്തിന് ബലമുണ്ട്. സാമ്പത്തികത്തിന്റെ ഗ്രഹം ആരാണ്? കാരകൻ വ്യാഴം. വ്യാഴം 9ൽ നിന്നും കൊണ്ട് ലഗ്നത്തിനെ വീക്ഷിക്കുന്നു. അതും അനുഭവയോഗ്യം. 9ലാണ് നിൽക്കുന്നത്, നല്ല സ്ഥാനത്ത് നിന്നും കൊണ്ട് ലഗ്നത്തിനെ വീക്ഷിക്കുന്നു. അപ്പോഴതും അനുഭവമുണ്ട്. ഇനി 11ാം ഭാവപതി എവിടെ നിൽക്കുന്നത്? 12ൽ പോകുമ്പോൾ ഇവർക്ക് ധനം ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത രീതിയിൽ വരും. ഇഷ്ടം പോലെ സ്വത്തുള്ള ആളാണ്, ഇഷ്ടം പോലെ സമ്പാദ്യമുള്ള ഒരു വലിയൊരു സന്യാസി ആയ ഒരു വ്യക്തിയാണ്. വേറെ സന്യാസമൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റാ കിട്ടും, കറക്റ്റാ വരും. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഉച്ചത്തിൽ നിൽക്കണം, സ്വക്ഷേത്രത്തിൽ നിൽക്കണം, അങ്ങനെയൊന്നുമില്ല. അവർ നിൽക്കുന്ന രൂപം, ഒരു രീതി ഉണ്ട്. ആ രീതി നന്നാവുന്നു കഴിഞ്ഞാൽ അപ്പോഴ് ശനിയുടെ ദൃഷ്ടി ആർക്കുണ്ട്? 2ാം ഭാവത്തിനില്ലല്ലോ. 2ാം ഭാവത്തിനുമില്ല, ഭാവപതിക്കില്ല. ലഗ്നത്തിലേക്ക് ശനി നിൽക്കുന്നത്. തുലാത്തില്ല, അപ്പൊ 2ൽ ദൃഷ്ടിയില്ല. ശനിക്ക് 3ലേ ദൃഷ്ടിയുള്ളൂ. ഇനി ശനിയെ കുറിച്ച് പറഞ്ഞുതരാൻ വേണമെങ്കിൽ, ശനി യോഗകാരകൻ, ഉച്ചം ഭവിച്ച് ലഗ്നത്തിൽ നിൽക്കൊണ്ട് ഭയങ്കരപ്പെട്ട ശനി. അത് യോഗകാരകനാണ്. 4ന്റെയും 5ന്റെയും അധിപതി ഉച്ചം ലഗ്നത്തിൽ നിൽക്കൊണ്ട് 4ാം ഭാവ സംബന്ധമായ ഭയങ്കര നേട്ടം വരും. കെട്ടിടങ്ങള്, കെട്ടിട സമുച്ചയങ്ങള്, സ്കൂള്, കോളേജ്, ആശുപത്രി, അനാഥാലയങ്ങള്, ഇങ്ങനെ വരുന്ന വിവിധ ഇനം കെട്ടിടങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. ഭയങ്കര നേട്ടം അവിടെ. അതാണ് പറയുന്നത്, പാപഗ്രഹം എന്നൊന്നും പറയാൻ പറ്റൂല. യോഗകാരകത്വം വരുമ്പോൾ ഏത് ഭാവനായിരുന്നാലും നന്നായിരിക്കും. കേന്ദ്ര ത്രികോണ ആധിപത്യം ഒരു ഗ്രഹത്തിന് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗുണം ചെയ്യും. അത് പാപനാണെങ്കിലും ശുഭന്റെ ഫലം തരും. അത് കാണാതെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്.
ഒരേ ഗ്രഹത്തിന് കേന്ദ്രത്തിന്റെയും ത്രികോണത്തിന്റെയും ആധിപത്യം ഉണ്ടെങ്കിൽ അവര് ഭയങ്കരമായ ഗുണം ചെയ്യും. ഈ തുലാ ലഗ്നത്തിന് 4ന്റെയും 5ന്റെയും അധിപതി ശനി. 4 കേന്ദ്രം 5 ത്രികോണം. ഒരു ഗ്രഹത്തിന് തന്നെ കേന്ദ്രത്തിന്റെയും ത്രികോണത്തിന്റെയും ആധിപത്യം വന്നാൽ അതിനെ യോഗകാരകൻ എന്ന് പറയും. രാജയോഗം, അധികാരം, ധനവരവ്, പ്രശസ്തി എല്ലാം കൊടുക്കും. അടുത്തിന് വേറെ ശശമഹായോഗമല്ലേ സാറേ അത്? ശശമകായോഗം. ശശമകായോഗമാണ്. അടുത്ത് വേറെ എന്തിനാ സംശയങ്ങൾ ചോദിക്കണം? ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കാം. നമ്മളല്ലേ ഉള്ളു, വേറെ ആരും കേൾക്കുന്നില്ല. സാറേ, ഏതെങ്കിലും ഒരു കാര്യം നടക്കോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു മറുപടിയാണ്. അത് പ്രശ്നത്തിൽ പോകണം. അപ്പോഴുള്ള ഗ്രഹനിലയെ വച്ചിട്ട് ലഗ്നം ഒരു ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിന് അപ്പോഴപ്പോഴുള്ള ഗ്രഹനിലയാണ്. ഒരു ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. ചോദിച്ചാൽ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ലഗ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങൾ. ഒരു കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഏത് ഭാവം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരകനും പറയാൻ പറ്റില്ല. അപ്പൊ ലഗ്നവും ലഗ്നാധിപതിയും വെച്ചിട്ട് പറഞ്ഞാൽ മതി. ലഗ്നത്തിൽ ബന്ധപ്പെടുന്ന ഗ്രഹങ്ങള്, ലഗ്നാധിപതി, ഇവരെയൊക്കെ വെച്ചിട്ട് പറയണം. ഇപ്പോഴത്തെ ഗ്രഹനില ഒന്ന് പറയണം. ഇപ്പോഴത്തെ ഗ്രഹനില ആരെങ്കിലും കയ്യിൽ മൊബൈൽ സൗകര്യം ഉണ്ടോ? ഞാൻ എൻ്റെ ഒരു മൊബൈല് എടുത്തില്ല. ലഗ്നത്തില് ശനി, ലഗ്നത്തില് ഗുരു, ചിങ്ങത്തില് ലഗ്നം ചന്ദ്രൻ ശിഖി, ധനുവില് മാന്തി, മകരത്തില് രവി കുജൻ ശുക്രൻ, കുംഭത്തില് ബുധൻ സർപ്പം. ശരി. ഇപ്പൊ ലഗ്നം എവിടെ വരും? ലഗ്നം ഇപ്പൊ ചിങ്ങത്തില് വരും. ചിങ്ങത്തില്. അപ്പോൾ ഇപ്പോഴാണ് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു, എനിക്കൊരു കാര്യം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ഇപ്പോഴും ചോദ്യം വേറെ ഒന്നുമില്ല. നമ്മളൊരു കാര്യം ലഗ്നത്തിനെ വെച്ചിട്ട് പോകണം. ലഗ്നം ചിങ്ങ ലഗ്നമായിരിക്കും, എന്തായിരിക്കും കാര്യം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അയാൾ ഉദ്ദേശിച്ചത് എന്താണ്? തൊഴിലാണെങ്കിലോ സാർ? തൊഴിലാണെങ്കിൽ 10ാം ഭാവമായിട്ട് എന്തെങ്കിലും ബന്ധം വേണ്ടോ നോക്കണം. അയാൾ ചോദിച്ചത് തൊഴിലാണെങ്കിൽ 10ാം ഭാവത്തിൽ ആരും നോക്കണം? അയാൾ ഉദ്ദേശിച്ചത് എന്തായിരിക്കും? ലഗ്നാധിപതി എവിടെ നിൽക്കണം നോക്കണം. ലഗ്നാധിപതി മകരത്തിൽ 6. ലഗ്നത്തിൽ നിൽക്കുന്നത് ചന്ദ്രൻ. കേതു, ചന്ദ്രൻ, ബുധന്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നാധിപന്റെ കൂടെ ശുക്രനും ചൊവ്വയും ഉണ്ട്. ഇപ്പോഴെന്തായിരിക്കും? ലഗ്നത്തില് ചന്ദ്രനും കേതുവും പിന്നെ ബുധന്റെ ദൃഷ്ടിയുമുണ്ട്. അമ്മയെ പറ്റിയായിരിക്കും സാറേ. ലഗ്നാധിപന്റെ കൂടെ കുജനും ശുക്രനും. ഈ കുജനും ശുക്രനും ധർമാധിപനും കർമാധിപനുമാണ്. ശരി തന്നെ? കുജൻ 9ന്റെ ആളല്ലേ? ശുക്രൻ 10ന്റെ ആളല്ലേ? അപ്പൊ ധർമ്മ കർമാധിപ യോഗം ലഗ്നാധിപനും കൂടെ അവിടെ ഉണ്ട്. പക്ഷെ അത് 6 പോയി. ധർമ്മ കർമാധിപ യോഗമാണ് കുജനും ശുക്രനും. അവിടെ ലഗ്നാധിപനും കൂടെ ഉണ്ട്. അത് 6 പോയി. 6 അനിഷ്ട സ്ഥാനത്ത് പോയി.
ഇനി വ്യയാധിപനാണ് 12ാം ഭാവപതിയുള്ള ചന്ദ്രനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. ഭാഗ്യാധിപനാണ് 6 പോയി ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി. കർമ്മസ്ഥാനത്ത് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ എന്തായിരിക്കാം ചോദ്യം? മനസ്സിനകത്ത് ഉദ്ദേശിച്ചത് തൊഴിലായിക്കൊള്ളാം. കാരണം 9ഉം 10ഉം ഭാവപതി ലഗ്നാധിപനുമായിട്ട് ബന്ധമുള്ള തൊഴില്, പക്ഷെ അതൊരു നേട്ടമായിട്ട് പറയാൻ പറ്റൂല. 6 പോയി ലഗ്നാധിപനും 6 പോയി ദുരിത സ്ഥാനത്താണ് നിൽക്കുന്നത്. പിന്നെ ധർമാധിപൻ 6 പോയി, കർമാധിപൻ 6 പോയി, ലഗ്നാധിപന് 6 പോയി. ഒരു കടബാധ്യതയുടെയും 12ാം ഭാവപതി വ്യയത്തിന്റെ ആളാണ് ലഗ്നത്തിൽ കിടക്കുന്നത്. 2ന്റെയും 11ന്റെയും സാമ്പത്തികത്തിന്റെ ആളാണ് ബുധൻ. ശരിയല്ലേ? ബുധൻ 2ന്റെയും 11ന്റെയും ആളല്ലേ? അപ്പോൾ സാമ്പത്തികം വരുന്ന അവിടെ 10ാം ഭാവത്തിൽ തൊഴിലായി സാമ്പത്തികമായി 6ാം ഭാവമായി 2, 6, 10 ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സാമ്പത്തിക ക്ലേശം അല്ലെങ്കിൽ തൊഴിൽ ക്ലേശം, സാമ്പത്തിക ക്ലേശം ഒക്കെ അനുഭവിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ എന്തോണ് മനസ്സിനകത്ത് കണ്ടത് എന്ന് പറയാം. ഇത്തിരി പാടാണ്, കണ്ടുപിടിക്കാനൊക്കെ ഇത്തിരി പാടാണ്. സാറേ, ഈ സാമ്പത്തികം എന്ന് പറയുമ്പോൾ 11 വ്യാഴം നിന്നിട്ട് 2ാം ഭാവാധിപനെ നോക്കിയില്ലേ സാറേ? നോക്കുന്നു. 2ാം ഭാവാധിപന് കടുത്ത പാപബന്ധവും ശത്രുക്ഷേത്ര സ്ഥിതിയുമാണ്. ശനിയുടെ രാശിയിൽ ബുധൻ നിൽക്കുന്നതും നല്ലതല്ല. സാമ്പത്തിക ക്ലേശം നക്ഷത്രമല്ലേ സാറേ? ശനി നക്ഷത്രം. ശത്രുവാണെങ്കിലും ശനിയും ബുധനും കൂടി ഒരുമിക്കുന്നത് ക്ലീബെ അസ്തസ്തേ ബുധമെന്നയോ എന്നല്ലേ പറയുന്നത്. മൃദുന മായാപ്പടില്ല എന്നാണ് പറയുന്നത്. അതിന് രാഹുകേതുക്കളെ ബന്ധം കിടക്കും. അപ്പോൾ ക്ലേശമുണ്ട്, സാമ്പത്തികമുണ്ട്, സാമ്പത്തിക ക്ലേശമുണ്ട്. വ്യാഴം 11 നിൽക്കുന്ന നല്ലത് തന്നെ. പക്ഷെ അഷ്ടമാധിപത്യ ദോഷവും കൂടി ആ വ്യാഴത്തിനുണ്ട്. അടുത്ത വേറെ ഇങ്ങനെ അത് എന്താണ് ഉദ്ദേശിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനൊക്കെ ഇത്തിരി പാടാണ്. ലഗ്നവും ലഗ്നാധിപതിയും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കണം. ശത്രു ഉപദ്രവം കാണുമെന്ന് പറയാൻ പറ്റും. അത് വേറെ വിഷയം. ചൊവ്വ ബാധകാധിപനല്ലേ? 6 ലഗ്നാധിപൻ 6 പോയി. അത് വേറെ വിഷയം. ചൊവ്വ ബാധകാധിപൻ 4ഉം 9ഉം ബാധയായി. അത് 6 പോയി. ബാധകാധിപൻ 6 പോയി കഴിഞ്ഞാൽ ശത്രുദോഷം പറയാം. ശത്രുദോഷം, നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട്. ബാധകാധിപൻ 6 നിൽക്കുക, 6ാം ഭാവാധിപൻ ബാധാസ്ഥാനത്ത് നിൽക്കുക, രണ്ടുപേരും കൂടി ഒരുമിച്ച് നിൽക്കുക, പരസ്പരം ദൃഷ്ടി വരിക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശത്രുദോഷം പറയാം. ഇവിടെ 9ാം ഭാവ സ്ഥിരരാശിക്ക് 9 ബാധ, അത് 6 നിൽക്കുന്നു. ബാധകാധിപൻ 6 നിന്നാൽ ശത്രുദോഷം, അത് പറയാം. അതിന് ലഗ്നാധിപൻ, ആ ചൊവ്വയ്ക്ക് ലഗ്നാധിപന്റെ യോഗമുണ്ട്, ലഗ്നത്തിൽ ദൃഷ്ടിയുണ്ട്, ബാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ആ ബാധകാധിപൻ 6 നിന്നിട്ട് ലഗ്നാധിപനും കൂടെ അവിടെ നിൽപ്പുണ്ട്. ലഗ്നാധിപന്റെ യോഗമുണ്ട്, ലഗ്നത്തിലെ ചൊവ്വയ്ക്ക് ദൃഷ്ടിയുണ്ട്. അപ്പൊ ലഗ്നമായിട്ട് ബന്ധം വന്നാൽ അത് അവർക്ക് അനുഭവ യോഗ്യമുണ്ടെന്നർത്ഥം. ആ ശത്രുദോഷം അവർ ബാധിച്ചിട്ടുണ്ട്. ശത്രുക്കൾ ആരോ ഉണ്ട്. ചൊവ്വ ചന്ദ്രനെ നോക്കണോണ്ട് അതും പറയാലോ സാറേ. ചൊവ്വ ചന്ദ്രനെ നോക്കുന്നതും നല്ലതല്ല. അത് സ്ത്രീകളാണെങ്കിൽ അത് ചിലപ്പോൾ ചൊവ്വ ചന്ദ്രനെ നോക്കുന്നത് പുരുഷന്മാർക്കും ബ്ലഡ് സംബന്ധമായ പ്രശ്നം വരും. BP-യോ കൊളസ്ട്രോളോ ഷുഗറോ. അതുപോലെ ലഗ്നാധിപൻ 6 നിൽക്കുമ്പോൾ രോഗം പറയാം. 6 രോഗഭാവമല്ലേ? 6 എന്ന് പറയുന്നത് രോഗത്തിനെ സൂചിപ്പിക്കുന്നത് എത്ര കൊണ്ടാണ്?
രോഗഭാവം തന്നെ. 6 ഉണ്ട്. ലഗ്നാധിപൻ തന്നെ ചെന്ന് 6-ലാണ് നിൽക്കുന്നത്. രോഗമുണ്ടെന്ന് പറയാം. കടബാധ്യത പറയാം. ഇവിടെ കടബാധ്യതയ്ക്ക് ചാൻസ് വളരെ കൂടുതൽ. കാരണം 2-ാം ഭാവപതിയും 11-ാം ഭാവപതിയും തമ്മിൽ അവർക്ക് പാപബന്ധമുണ്ട്. പിന്നെ 11-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് പരിഹരിച്ചു പോകും. സാമ്പത്തിക ക്ലേശമൊക്കെ പരിഹരിച്ചു പോകും എന്ന് പറയാം. എന്ന് പറയാനേ പറ്റുള്ളൂ. 7-ൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. ബുധൻ 7-ൽ നിൽക്കുന്നു. വ്യാഴത്തിന്റെ ദൃഷ്ടി 7-ൽ ഉള്ളത് കൊണ്ട് 7 നിവർത്തി സ്ഥാനം നിവർത്തിച്ചു പോകും എന്ന് പറയാം. ഇതെല്ലാം പറയാം. ഈ രോഗം ഏതൊക്കെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? രോഗം കാലപുരുഷന്റെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 6-ലാണ്. 6-ആണ് രോഗഭാവം. ലഗ്നത്തിന് 6-ലാണ് ബാധകാധിപനും ലഗ്നാധിപനും നിൽക്കുന്നത്. ലഗ്നത്തിന്റെ 6 എന്ന് പറഞ്ഞാൽ വയറ് സംബന്ധമായിട്ട്. കാലപുരുഷന്റെ 11 എന്ന് പറയുമ്പോൾ കണങ്കാല് ഭാഗമാണ്. അത് 6-ാം ഭാവം ചരരാശി. ചരരാശി ആയതുകൊണ്ട് രോഗം പെട്ടെന്ന് ശമിക്കും എന്ന് പറയാം. 6-ാം ഭാവപതി ഉപജയരാശിയിൽ നിൽക്കുന്നു. അപ്പോൾ വലിയ ദോഷമല്ല, പെട്ടെന്ന് ശമിക്കുമെന്ന് പറയാം. രോഗം കൊടുക്കുന്ന ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ ചൊവ്വയായിരിക്കും. ചൊവ്വയാണ് 6-ൽ നിൽക്കുന്നത്. ആ ചൊവ്വ രാശിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ എങ്കിൽ രോഗം വന്നതേ ഉള്ളൂ. രാശി വിട്ടു പോകാറായെങ്കിൽ രോഗം തീരാറായി എന്നൊക്കെ പറയാം. രോഗം കൊടുക്കുന്ന ഗ്രഹം ചൊവ്വ വന്നിട്ട് രാശിയിൽ പ്രവേശിച്ച് കുറച്ചായതേ ഉള്ളൂ. ഒരു പകുതി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ രോഗം ഒരു പകുതിയോളം ആയി, ദേശം ആയി, ഇന്നും കുറച്ചുകൂടി കഴിഞ്ഞേ തീരുവുള്ളൂ എന്ന് പറയാം. ഇതെല്ലാത്തിനും റൂൾസ് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. നോട്ട് നന്നായിട്ട് വായിക്കണം. ഓരോ സെക്ഷൻ എടുത്തിട്ട് വായിച്ച് കാണാതെ പഠിച്ചാലേ കിട്ടും. വേറെ സാർ ഒരു പൊരുത്തം സാറ് ഇട്ടിട്ട് എക്സാമ്പിൾ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു. ഇതില് ഈ ബാച്ച് ഞാൻ നോക്കി, പൊരുത്തം ഇതിനകത്ത് വരുന്നതല്ല. ഒരു എക്സാമ്പിൾ അല്ല സാറെ, പൊരുത്തം ജാതക പൊരുത്തം അല്ല, നമ്മൾ ഈ നാള് വെച്ചിട്ട് കൂടി ഗ്രഹനില കൂടി വെച്ച് നോക്കണം എന്ന് സാറ് പല ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ ചോദിച്ചു. ആൾപ്പൊരുത്തമൊക്കെ പഞ്ചാംഗങ്ങളിലും മറ്റേലും വരും, പക്ഷെ ഈ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട എന്താണെന്ന് സാറ് പലപ്പോഴും 1-2 ക്ലാസ്സിലൊന്നും പറയാൻ പറ്റിയ വിഷയമല്ല. അത് പ്രത്യേകിച്ച് ഒരു ബാച്ചായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ ഉദ്ദേശിക്കും പോലെ അല്ല, ഒരു വിഷയമല്ല. 1 ക്ലാസ്സിലോ 2 ക്ലാസ്സിലോ 10 ക്ലാസ്സിലോ തീരുന്നതല്ല. ഒരുപാടുണ്ട്. അതൊരു പൊരുത്തം വേണ്ടി മാത്രം തന്നെ 6 മാസം വേണം. ഒരു വിധം പറഞ്ഞു പോകണമെങ്കിൽ ഒരു വിധം എടുക്കുന്നത് ഞാൻ നോക്കി. ഒറ്റ ക്ലാസ്സിലൊന്നും തീരില്ല. ഒരു ക്ലാസ് കൊണ്ട് പൊരുത്തത്തിന്റെ ഈ നാൾപ്പൊരുത്തം പറയുന്നതിന്റെ ഒരു 3 പോയിന്റോ 4 പോയിന്റോ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വിഷയമാണത്. ആൾപ്പൊരുത്തം ഒന്നും പറയാനല്ല സാർ, ഈ ഗ്രഹനില വെച്ച് കുട്ടികൾ ഉണ്ടാവുകയോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് വന്നപ്പോ പറയുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അത് വേണമെങ്കിൽ ഒരു കേസ് വേണമെങ്കിൽ എടുത്ത് പറഞ്ഞു തരാം. ഒരു കേസ് ഒന്ന് രക്തം 5-ാം ഭാവം നോക്കണം. ഒരു കേസ് എഴുതിക്കൊള്ളണം. രണ്ട് 11:69 8:25 PM. 2-11-69 8:25 PM. ആയില്യം.
മേടത്തിൽ ശനി, ഇടവ ലഗ്നം, മേടത്തിൽ ശനി, ഇടവ ലഗ്നം, മിഥുനത്തിൽ മാന്നി, കർക്കടകത്തിലെ ചന്ദ്രൻ, ചിങ്ങത്തിലെ കേതു, കന്നിയിലെ ഗുരുവും ശുക്രനും, തുലാത്തിലെ രവിയും ബുധനും, മകരത്തിലെ ചൊവ്വ, കുംഭത്തിലെ രാഹു. പുരുഷ ജാതകം. എന്താ സാറേ? കുംഭത്തിലെ രാഹു പുരുഷ ജാതകം. ഇതിന് സന്താനത്തിനെ കുറിച്ച് ചിന്തിക്കണം. ആദ്യം ലഗ്നം ഏത്? ലഗ്നം മീനം, മേടം, ഇടവം. അഞ്ചാം ഭാവം വ്യാഴവും ശുക്രനും നിൽക്കുന്നു. ബുധന്റെ ദശ. കന്നി. അതായത് ലഗ്നം ഇടവം, അഞ്ചാം ഭാവം കന്നി. ലഗ്നവും കന്നിയും, ലഗ്നവും അഞ്ചാം ഭാവവും അല്പപുത്ര രാശികൾ എന്ന് പറയും. അതറിയാമോ? അല്പപുത്ര രാശികൾ 4 ഉണ്ട്. ഇടവം, ചിങ്ങം, കന്നി, വൃശ്ചികം. ഇത് 4 അല്പപുത്ര രാശികൾ. അതിൽ 2 രാശി, ലഗ്നവും അഞ്ചാം ഭാവവും അല്പപുത്ര രാശികൾ. ഒരു നെഗറ്റീവ് പോയിന്റായി. ഇനി 5 നിൽക്കുന്ന ലഗ്നാധിപൻ 5 പോയി നീചം ഭവിച്ച് നിൽപ്പുണ്ട്. ആ ശുക്രൻ 5 നിൽക്കുന്ന ശുക്രൻ 6ാം ഭാവപതി തന്നെ. അതെ സാറേ. 5 നിൽക്കുന്ന ഗുരു 8ാം ഭാവപതി തന്നെ. അതെ, 8. അപ്പോൾ 6ഉം 8ഉം ദുസ്ഥാനപതിയാണ് 5 നിൽക്കുന്നത്. ഒരാൾക്ക് നീചം, ഒരാൾക്ക് ശത്രുക്ഷേത്രം. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. 5 നിൽക്കുന്നത് ഗുരുവും ശുക്രനും. അതിൽ ശുക്രൻ 6ാം ഭാവപതി നീചം, വ്യാഴം 8ാം ഭാവപതി. 6ഉം 8ഉം ദുസ്ഥാനത്തിന്റെ അധിപന്മാരാണ് 5 നിൽക്കുന്നത്. അത് കടുത്ത ദോഷം. 5ാം ഭാവപതി 6 പോയി അതിന് പൂർണ്ണ മൗഢ്യത്തോടു കൂടി ഇരിക്കുകയാണ് സൂര്യന്റെ കൂടെ. ഒരു പാപബന്ധം. ശനിയുടെ ദൃഷ്ടി. 5ാം ഭാവപതി ബുധൻ 6 പോയി ഒരു കുഴപ്പം. സൂര്യന്റെ കൂടെ നിൽക്കുന്നു, മൗഢ്യം. ശനിയുടെ ദൃഷ്ടി. അപ്പം പാവം പോയി, പാവപതി പോയി. കാരകൻ 5 നിൽക്കുന്നേ ഉള്ളൂ. കാരകന് ശത്രുക്ഷേത്ര സ്ഥിതിയും എല്ലാം കൂടെയാണ് കാരകൻ വരുന്നത്. അപ്പോൾ പാവം, ലഗ്നവും 5ാം ഭാവവും അല്പപുത്ര രാശി 1. പാവത്തിൽ നിൽക്കുന്നത് 8ാം ഭാവപതിയും 6ാം ഭാവപതിയും 2. പാവം പോയി. പാവപതി 6 പോയി സൂര്യന്റെ കൂടെ, ശനിയുടെ ദൃഷ്ടി. പാവപതി പോയി. കാരകനും ബലക്കുറവ്. ആദ്യം പറഞ്ഞു ബലക്കുറവ്. ഇനി പുരുഷ ജാതകത്തിൽ വേറെ 2 പേരെ കൂടി നോക്കാനുണ്ട്. സൂര്യനും ശുക്രനും. കൗണ്ടിന്റെ ആളുകളാണ് സൂര്യനും ശുക്രനും. സൂര്യനും ശുക്രനും എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. 2 പേർക്കും നിൽക്കാം. സന്താനം ഇല്ലാത്തതിന്റെ പേരിൽ ഡൈവേഴ്സായി. ടെസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾക്കാണ് കുഴപ്പമെന്നുള്ള രീതി വന്നപ്പോൾ മാരേജ് ബന്ധം വിട്ടുപോയി. എന്ത് എളുപ്പം നോക്കണം. വളരെ സിമ്പിളാണ്. ഇതൊക്കെ ജാതക പൊരുത്തത്തിൽ നോക്കേണ്ട വിഷയമാണ്. ജാതക പൊരുത്തത്തിൽ ഇങ്ങനെയൊക്കെ വന്നു വീണ ജാതകങ്ങളെ കൂട്ടിച്ചേർക്കരുത്. നമുക്ക് വേണ്ടതൊക്കെ ആളാണെങ്കിൽ നമ്മൾ പറഞ്ഞങ്ങ് വിട്ടേക്കണം. ഒന്നും ചെയ്യാൻ പറ്റൂല.
ഏഴാം ഭാവാധിപൻ ഉച്ചനായി 9 നിന്നിട്ടും കല്യാണം പോയില്ലേ സാർ? അത് കല്യാണം നടക്കും. 7-ാം ഭാവത്തിന് ബലമുണ്ട്. 7-ാം ഭാവപതി ഉച്ചം ഭവിച്ച് 9 ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കല്യാണം നടക്കും. അതാണ് പറയുന്നത്, ഓരോ വിഷയവും ഓരോ രീതിയിൽ ചിന്തിക്കണം. സാമ്പത്തികം വേറെ, കല്യാണം നടക്കാത്തവർക്ക് സാമ്പത്തികമില്ലായിരിക്കും. വൻപൻ കോടീശ്വരന്മാർക്ക് കല്യാണം നടക്കൂല. കോടാനുകോടി സ്വത്തും കല്യാണം നടന്നാൽ സന്താനം കിട്ടൂല. കല്യാണവും നടന്ന് സന്താനവും കിട്ടി കോടിക്കണക്കിന് സ്വത്തുള്ളവന് ആയുസ് കാണൂല. ഓരോന്നും ഓരോ വിഷയം. 90-95 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവന് കല്യാണം നടക്കൂല. എല്ലാ ഭാഗ്യവും കൂടി ഒരുമിച്ച് വരില്ല. ഇങ്ങനെ നോക്കണം. പാപം പാപപതി കാരകൻ, പാപം പാപപതി കാരകൻ, ഇങ്ങനെ നോക്കണം. ആരുടെ സ്പീക്കർ ഓണാണ് സാറേ? സ്പീക്കറൊക്കെ ഓഫ് ചെയ്യണം. മ്യൂട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇനി വേറെ സംശയങ്ങൾ, സമയങ്ങളായില്ല. ഈ ഉദ്യോഗം കിട്ടിയിട്ട് ഉദ്യോഗം ബ്രേക്ക് ആവുമല്ലോ സാറേ, ജോലി ഇടയ്ക്ക് 10-ാം ദിവസം കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ബാധിക്കുന്ന രീതിയിൽ പാപന്മാരിൽ നിന്ന് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. അത് ആ പീരീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, യോഗകാരകനായ ഗ്രഹത്തിന്, യോഗകാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം, ധനവരവ്, പ്രശസ്തി, ഇവരുടെ സമയം വരുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ചെയ്യാൻ പറ്റും. നല്ല വിദ്യാഭ്യാസത്തിന് നല്ല അഡ്മിഷൻ കിട്ടുക, നല്ല ജോലി കിട്ടുക, ധനവരവ് കിട്ടുക, പ്രശസ്തിയും കാര്യമുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുക. പൊളിറ്റീഷ്യൻസിനൊക്കെ ഇലക്ഷനിലൊക്കെ മത്സരിക്കുക, എടുക്കുക, അവർക്ക് പെട്ടെന്ന് വിജയം കിട്ടുക, ഇതൊക്കെ വരും. ഈ യോഗകാരകനായ ഗ്രഹത്തിന് പാപബന്ധങ്ങൾ, ദുഷിച്ച ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ദുസ്ഥാനാധിപന്മാരുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ അവരെ സമയം വരുമ്പോൾ രാജയോഗത്തിന് ഭംഗവും വരും. പറഞ്ഞ മനസ്സിലായോ? രാജയോഗത്തിന് ഭംഗവും വരും. നമ്മൾ ആദ്യം എഴുതിയ ജാതകം അതിൽ പറ്റില്ല. രാജയോഗത്തിന് ഭംഗവും വരും. അതായത് ഞാൻ ഒന്നുകൂടി പറയാം. യോഗകാരകനായ ഗ്രഹം അല്ലെങ്കിൽ യോഗം ചെയ്യേണ്ട ഗ്രഹത്തിന്റെ ദശയും അപകാരവും വരുമ്പോൾ രാജയോഗം അല്ലെങ്കിൽ ജോലി കിട്ടുക, പ്രൊമോഷൻ കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ വരും. ആ ഗ്രഹത്തിന് മറ്റ് ദുസ്ഥാനാധിപന്മാരുടെ യോഗമോ ദൃഷ്ടിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമയം വരുമ്പോൾ അതിന് എന്ത് ചെയ്യും? ഭംഗവും വരും. ഒന്ന് എഴുതിക്കൊള്ളണം. ഒരു എഴുതിക്കൊള്ളണം.
ലഗ്നം, മിഥുന ലഗ്നം, മിഥുന ലഗ്നം. കർക്കടകത്തിലെ ഗുരു, കർക്കടകത്തിലെ ഗുരു. ചിങ്ങത്തിലെ കേതുവും ചന്ദ്രനും, ചിങ്ങത്തിലെ കേതുവും ചന്ദ്രനും. പിന്നെ തുലാത്തിലെ ശനി, തുലാത്തിലെ ശനി. മകരത്തിലെ ബുധൻ, ശുക്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ചൊവ്വ. കുംഭത്തിലെ രവിയും രാഹുവും, രവിയും രാഹുവും. നവാംശം കിട്ടണം. മിഥുനത്തിലെ ലഗ്നം, അവിടെ തന്നെ നവാംശവും അവിടെ തന്നെ. കർക്കടകത്തിൽ ഗുരു, അവിടെ തന്നെ നവാംശവും അവിടെ തന്നെ. ഗുരുവും രവിയും കർക്കടകത്തിൽ. ചിങ്ങത്തിലെ കേതു, വൃശ്ചികത്തിലെ ശനിയും ചന്ദ്രനും. മകരത്തിലെ ചൊവ്വയും ശുക്രനും, അതും അവിടെ തന്നെ. കുംഭത്തിലെ രാഹുവും ബുധനും. എത്ര ഗ്രഹത്തിന് വർഗോത്തമം എന്നൊന്ന് പറയണം. എത്ര എണ്ണത്തിന് വർഗോത്തമം എന്ന്? ഉൾപ്പെടെ 5. ലഗ്നം വർഗോത്തമം, ഗുരു വർഗോത്തമം, കേതു, രാഹു, ചൊവ്വ, ശുക്രൻ, എല്ലാവർക്കും വർഗോത്തമം. അപ്പോൾ വർഗോത്തമം വരുമ്പോൾ ബലം കൂടും. ഇതിന് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ബുധദശയില് ശുക്ര അപകാരം. അപ്പോൾ ബുധന് ശുക്രൻ എവിടെ കിടക്കണേ? അഷ്ടമത്തില്. നമ്മൾ പെട്ടെന്ന് ചവിട്ടിയെടുത്ത് കളയും. അഷ്ടമത്തിൽ പോയി എന്ന് പറഞ്ഞാൽ, പക്ഷേ ബുധൻ 4-ാം ഭാവപതി, ശുക്രൻ 5-ാം ഭാവപതി. 4ഉം 5ഉം ആരൊക്കെയാണ്? കേന്ദ്ര ത്രികോണം. കേന്ദ്രത്തിന്റെയും ത്രികോണത്തിന്റെ അധിപന്മാർ ഒരുമിക്കുന്നത് രാജയോഗം. ബുധദശയിലും ശുക്ര അപകാര കാലത്ത് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി. ഇതിനെ പറയുന്നത് എന്തെങ്കിലും വേണോ? മൊറാർജി ദേശായിയുടെ ജാതകം. നമ്മളെ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായ ആളാണ്. ബുധദശയിൽ ശുക്ര അപ്പോൾ യോഗ കാരകത്വമുള്ള ഗ്രഹങ്ങളാണ് ബുധൻ. ഒരാൾ കേന്ദ്രത്തിന്റെ അധിപതി, ഒരാൾ ത്രികോണത്തിന്റെ അധിപതി. 2 പേർക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴം ആരെന്ന് നോക്കണം? കർമാധിപതി. അതാണ് പോയിന്റ്. അപ്പോൾ കർമ്മബന്ധം വന്നു, അതും വർഗോത്തമം, ഫുൾ പവർ. കർമാധിപതി 2-ൽ നിന്നും കൊണ്ട് കർമ്മസ്ഥാനത്തും ദൃഷ്ടിയുണ്ട്, ഈ പറഞ്ഞ ആൾക്കാരെയും ദൃഷ്ടി പതിക്കുന്നു. അപ്പോൾ ഒരു കർമ്മബന്ധവും കൂടി ഇതിനുണ്ട്. യോഗ കാരകത്വം ഉള്ള ഗ്രഹത്തിന്റെ സമയം വന്നപ്പോൾ, അതാണ് ആ കറക്റ്റായിട്ട് ആ ടൈം വന്നപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ഇലക്ഷൻ നടത്തി പോലെ തോന്നി. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കർമ്മബന്ധം കൂടികൊണ്ട്. അപ്പോൾ ഇദ്ദേഹം പ്രധാനമന്ത്രിയായി. ഇനി ഈ യോഗ കാരകത്വം കൊടുക്കുന്ന ഗ്രഹത്തിന് ദുസ്ഥാനാധിപന്മാരുടെ യോഗമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ അതിന്റെ സമയം വരുമ്പോൾ അത് നഷ്ടപ്പെടുകയും ചെയ്യും. 1.5 വർഷമാണ്, 1.5 വർഷം എന്തോ ഇരുന്നുള്ളൂ പ്രധാനമന്ത്രിയായി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ക്ഷതമുണ്ടായി. കയറി ചരൺ സിംഗ് പ്രധാനമന്ത്രിയായി 23 ദിവസം. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. നമ്മുടെ പഴയ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വന്നത് യോഗ കാരകത്വമുള്ള ഗ്രഹത്തിന്റെ സമയം വരുമ്പോൾ യോഗം കൊടുക്കും. അതിന് പാപബന്ധം ഉള്ള ബുധനില് ശുക്രന്റെ അപകാരം കഴിഞ്ഞിട്ട് അടുത്ത് സൂര്യന്റെ അപകാരം വന്നു. സൂര്യൻ 9-ൽ നിൽക്കുന്നെങ്കിലും രാഹുവിന്റെ യോഗമാണ്, രാഹു കേതുക്കളുടെ യോഗമുണ്ട്. അപ്പോൾ അതിനൊരു ഭംഗം വരും ആ സമയത്ത്.
സൂര്യന്റെ സമയം വന്നപ്പോൾ അതിന് ഭംഗം വന്നു. അതാണ് ഈ നേതാക്കന്മാരൊക്കെ നമ്മൾ കാണുന്നില്ല, ഈ വലിയ വലിയ മന്ത്രി പദങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് വരും ഈ സമയം തെറ്റുമ്പോൾ, രാജയോഗം കൊടുക്കുന്ന ഗ്രഹത്തിന്റെ സമയം വരുമ്പോൾ അത് രാജയോഗം കിട്ടും. അതിന് തട്ടി തെറിപ്പിക്കേണ്ട സമയം വരുമ്പോൾ ആടി കൊലയും. എന്തെങ്കിലും അവർ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യത്തിനായിരിക്കും അവരൊന്ന് കുടുങ്ങുന്നത്. അത് വരും, അതങ്ങനെയാണ്. അവിടെയാണ് നമ്മുടെ ജ്യോതിഷത്തിന്റെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് നമുക്ക് കറക്റ്റാ പറയാൻ പറ്റും. ഇദ്ദേഹത്തിന് 1.5 വർഷം എന്തോ കഴിഞ്ഞപ്പോൾ അധികാരം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോവേണ്ടി വന്നു. റീ എലക്ഷൻ നടത്തി. പിന്നെ ഒരു നല്ല എക്സാമ്പിളാണ്. പോയിന്റ് ഇതാണ്, രാജയോഗം കൊടുക്കേണ്ട ഗ്രഹത്തിന്റെ സമയം വരുമ്പോൾ തൊഴില് ഭയങ്കരപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു വലിയൊരു വീട് വയ്ക്കേണ്ട ഭാഗ്യം വന്നാലും മതി. ഇവിടെ ബുധൻ 4-ാം ഭാവപതിയാണ്. വീട് വന്നാലും മതി, വലിയൊരു കെട്ടിടം വന്നാലും മതി. അല്ലെങ്കിൽ കുറെ വസ്തുക്കൾ നല്ലൊരു സിറ്റിക്കകത്തോ ടൗണിനകത്തോ കുറച്ച് വസ്തുക്കൾ വാങ്ങിയിടേണ്ടി വന്നാലും 4-ാം ഭാവ സംബന്ധമായ നേട്ടം. അല്ലെങ്കിൽ ബുധൻ ശുക്രൻ 5-ാം ഭാവപതിയാണ്. സന്താനത്തിന് നല്ലൊരു ജോലി കിട്ടുകയോ ഒരു ഡോക്ടറായിട്ട് MBBS അഡ്മിഷൻ കിട്ടുകയോ അങ്ങനെയൊക്കെ മതി. ഓരോരുത്തരുടെ സ്റ്റാറ്റസ് കണ്ടതുപോലെ അങ്ങനെ വന്നാൽ മതി. എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളാം. കാരണം വ്യാഴം സന്താന കാരകനാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി കിടക്കുന്നു. അപ്പോഴെല്ലാം കൂടി കൂടുമ്പോൾ സന്താനത്തിനൊരു നേട്ടം വന്നാലും മതി. ഇങ്ങനെയൊക്കെ പറയണം. ഇതൊക്കെ ആലോചിച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. ശരി, അടുത്ത് ഇനി നമുക്ക് ലാൽ സാറില്ലേ? നമസ്കാരം. രക്ഷക്കായി നല്ല സംശയങ്ങളാണ് ചോദിച്ചത്. അത്രയും നമ്മുടെ ഈ കോഴ്സ് ഇന്നിപ്പോ പൂർത്തിയാകുകയാണ്. ഏകദേശം ഇപ്പൊ 1 വർഷം കഴിഞ്ഞ്. ഒരു പരീക്ഷ കൂടി നമുക്ക് ഈ മാസം തന്നെ വെക്കാം. എല്ലാവരും പരീക്ഷ എഴുതുക. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അത് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്തെങ്കിലും ഭേദഗതികൾ വരുത്താനും ഒക്കെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഓരോരുത്തരായിട്ട് അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. എല്ലാവരും പറയണം. വീഡിയോയും മൈക്കും ഒക്കെ ഓൺ ചെയ്ത് പറയാം. അതേ കുറച്ചുപേരെയൊക്കെ കണ്ടിട്ടുണ്ട്, കുറെ പേരെ ഒന്നും കാണാത്തവരും ഉണ്ട്. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. എന്തായാലും എല്ലാവരും ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് മൈക്കൊക്കെ ഓൺ ചെയ്ത് സംസാരിക്കുക. ഉണ്ണികൃഷ്ണൻ സാറ് തന്നെ പറയട്ടെ ആദ്യം. ഉണ്ണികൃഷ്ണൻ സാറേ, ആദ്യം നമുക്ക് തന്നെ സാറേ ക്ലാസ് വളരെയധികം ഇൻഫർമേറ്റീവ് ആയിരുന്നു. എനിക്ക് ചില ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നും ഞാൻ ഇച്ചിരി വയ്യ വന്ന് ആദ്യത്തെ ഗ്രഹനില എനിക്ക് കിട്ടിയില്ല. ഞാൻ കയറിയപ്പോഴത്തേക്ക് 8:10 കാരണം ഞാനൊരു യോഗ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാ വരുന്നത്. അത് നടത്താതിരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഏതായാലും മോഹൻ സാറെന്ന് തന്നെ അല്ല, ഇപ്പൊ ജ്യോതിഷ പഠനശാലയിലെ ക്ലാസ് നടത്തുന്ന സാറായാലും കേശവദാസ് സാറായാലും പ്രസന്നകുമാർ സാറാണെങ്കിലും എല്ലാവരും വളരെയധികം അറിവുള്ളവരാണ്. ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ സംശയങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് നോട്ടും എഴുതിയെടുക്കുകയാണെങ്കിൽ ഇത് റെഫർ ചെയ്യാൻ പോലും ഒരു ബുക്കാകും. ഈ ക്ലാസ്സുകളിൽ സാറ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ നോട്ട്സുകൾ പ്രിന്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാകും. കാരണം എങ്ങാനും ക്ലാസ് മിസ്സായാൽ ആ ക്ലാസ്സിലെ നോട്ട്സ് ബാക്കിയുള്ളവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഒരു പ്രിന്റിംഗ് മെറ്റീരിയൽ, സ്റ്റഡി മെറ്റീരിയൽ പോലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രയോജനകരമായിരിക്കും എന്നൊരു സജഷൻ കൂടിയുണ്ട്. അത് ഭാവിയിലെങ്കിലും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പഠനശാലയിൽ വരുന്ന ആൾക്കാർക്ക് തുടർന്നും ഇതിലേക്ക് വരാനുള്ള ഒരു ഇതും കൂടിയാകും. ഞങ്ങൾക്ക് അതൊരു മുതൽ പോലെ എന്നും ഇരിക്കും. ഇപ്പൊ വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇത് ചില ക്ലാസ് മിസ്സായേക്കണമുണ്ട്, ചില ഭാഗം എനിക്ക് ബ്ലാങ്ക് ആണ്. ഒരു 3-4 ക്ലാസിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടില്ല.
അത് ഒരു കൊല്ലത്തിനിടെ അത്രയും ക്ലാസ് മിസ്സായുള്ളൂ. 1-2 ക്ലാസ് സാർ അയച്ചു തന്നിട്ടുമുണ്ട്, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ മെയിനായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽ പോലെ പ്രിന്റഡ് നോട്ട് സാറ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇപ്പൊ ഒക്കെ മുഴുവൻ DTP എടുത്ത് ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാവുന്ന കാര്യമുള്ളൂ, വലിയ കോസ്റ്റും വരില്ല. അപ്പൊ അതൊന്ന് സാർ അനുഭാവപൂർവ്വം പരിഗണിക്കുക. പിന്നെ മോഹൻ സാറിനെ എല്ലാ രീതിയിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ചോദിച്ച സംശയം ഉടൻ അതിനുള്ള ഉത്തരം വളരെ വിശദീകരണത്തോടു കൂടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സാറിനെ നല്ല രീതിയിൽ സാറ് ക്ലാസ് എടുക്കുക, വീണ്ടും ഞങ്ങളെയൊക്കെ ഇതുപോലുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരിക, ഈ ഫീൽഡിൽ ഒന്നും കൂടി ഉള്ള മാന്യം ഒന്ന് മാറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്യാം. ഞാൻ സാറിന് വന്ന് അടുത്ത ഏതെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് വരണം, നിങ്ങളെയൊക്കെ ഒന്ന് കാണണം എന്നുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നത് വാസ്തുവിന്റെ ഒരു ക്ലാസ് ഇനി തീർന്നു കഴിഞ്ഞാൽ അവിടെ കേശവദാസ് സാർ ഒരു ദിവസം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം വന്ന് എല്ലാവരെയും കാണാം. ഞാൻ വന്നു, എല്ലാവരെയും കണ്ടിരുന്നു ഒരു തവണ. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സാറേ നമസ്കാരം, പ്രത്യേകം നന്ദി, നമസ്കാരം. അടുത്ത ഓക്കെ, അടുത്ത ആൾ രമേശ്വരൻ സാറേ, മൈക്ക് ഓൺ ചെയ്തോ. ആർക്കെന്തോ പറ്റി പറഞ്ഞിട്ട് വിളിച്ചു. ക്ലാസ് നന്നായിരുന്നു സാർ, വളരെ നന്നായിരുന്നു സാർ. ഓരോ പോയിന്റുകളും വളരെ വ്യക്തമായിട്ട് എടുക്കുന്നുണ്ട്, അതെല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരാൾ ഇത്രയും കൃത്യമായിട്ടും ഇത്രയും ക്ലിപ്തമായിട്ടും എടുക്കാൻ കഴിയില്ല. അത് എല്ലാം നന്നായി എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മള് എന്താ പറ്റിയ ചില സമയങ്ങളിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതൊരു വിഷമമുണ്ട്. പിന്നെ പൊതുവെ നന്നായിരുന്നു സാർ. സാറേ ക്ലാസ് വളരെ നന്നായിരുന്നു, പ്രത്യേകിച്ചും സാറേ നോട്ട്. സാറിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ നന്നായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് രമേശ്വരൻ സാറിനെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. ബൈജു സാർ എവിടെയാണ്, നിങ്ങൾ എവിടെ, സ്ഥലം എവിടെയാണ്, എന്താണെന്ന്? ആലപ്പുഴയിലാണ്. ആലപ്പുഴയില്ല? അതെ, ആലപ്പുഴയിൽ എവിടെയാണ്? ആലപ്പുഴ ടൗൺ ഒരു 5 കിലോമീറ്റർ വടക്കോട്ട് പോകും. എവിടെ സ്ഥലം, പേര്? സ്ഥലം ആലപ്പുഴ ടൗണിലാണ് സാർ, ഒരു 5 കിലോമീറ്റർ ബൈപ്പാസിനടുത്ത് വരും. ബൈപ്പാസ് ഇല്ല സാർ, ബൈപ്പാസ് കൊമ്മാടിയാ? കൊമ്മാടി സ്വത്താകൂട വടക്കോട്ട് പോകും. പൂങ്കാവ് അവിടെ അമ്പലമായിട്ട് സാറേ, അതിന് കളപ്പര എന്നൊക്കെ ക്ഷേത്രമുണ്ട്, അതിന്റെ പുറകിൽ, അതിന്റെ ക്ഷേത്രം പുറകിൽ പറയുന്നത്. എന്ത് ചെയ്യുന്നു? റിട്ടയർഡാ സാർ, റിട്ടയർഡ് എംപ്ലോയി. എവിടെയായിരുന്നു നേരത്തെ? ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ. അതെ, ശരി. സാറേ, മോഹൻ സാറിന്റെ ക്ലാസ് അതിശക്തമാണ്, നല്ലതാണ്. ഞാനിപ്പോ ഇത് 4-ാമത്തെ ബാച്ചിലുള്ള ഒരു വ്യക്തിയാണ്. സാറിന്റെ ക്ലാസ് കേൾക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് ചില ബാച്ചുകളിൽ ചേരുന്നത് തന്നെ. അത്രയും നല്ല ഭംഗിയായിട്ട് ക്ലാസ് മുന്നോട്ട് കൊണ്ടുവന്നു. ആ ശബ്ദവും ആ ഇതും കേൾക്കാൻ വേണ്ടിയിട്ട് ചില ബാച്ചുകളിൽ തന്നെ ഞാൻ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഭംഗിയാണ്. ഗുരുനാഥന് നമസ്കാരം, നന്ദി. നമസ്കാരം. നമസ്കാരം സാർ, എന്റെ ക്യാമറ കാണാം. ഞാൻ അബുദാബിയിലാണ് സാർ. ഞാൻ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ട്, കാരണം ഒരുപാട് ഇൻഫോർമേറ്റീവ് ആണ് മോനെ സാർ ക്ലാസ്. അതുകൊണ്ട് വളരെ നന്ദി. ഞാൻ കണ്ടിന്യൂ ചെയ്യും ഈ ക്ലാസ്സുകൾ വീണ്ടും, കാരണം ഒരുപാട് ഇൻഫർമേഷൻ. ഞാൻ ആക്ച്വലി ബേസിക്കലി എഞ്ചിനീയർ ആണ് ബേസിക്കലി. അപ്പം ഇതുമായിട്ടൊന്നും വളരെ ബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് എല്ലാ ക്ലാസ്സിലും ഞാൻ ഇതിലൊരു പോയിന്റ് ആയിട്ട് വൈകുന്നേരം എന്ത് വന്നാലും ശരി, ഇവിടെ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഇവിടെ ആക്ച്വലി 6:30 ആവത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോ നേരത്തെ ഓഫീസിൽ വന്ന് ഇതിന് തെറ്റായിട്ടിരിക്കും വീട്ടില്. വളരെ ഇൻട്രസ്റ്റ് ആണ് സാറിന്റെ ക്ലാസ്, കാരണം സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളും സാർ കൊണ്ടുവരുന്ന എക്സാമ്പിൾസും എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഉള്ളി മറ്റേ ഉണ്ണികൃഷ്ണൻ സാർ പറയണക്ക്
നമ്മുടെ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഇതില്ല. അതുകൊണ്ട് നോട്ട്സ് എന്തെങ്കിലും രീതിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് അത് വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഓഫീസ് കാര്യങ്ങളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം ഇത് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ ചിലപ്പോൾ പ്ലെയിനിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് നോട്ട്സ് കിട്ടുകയാണെങ്കിൽ സൗകര്യമായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളത്. നന്ദി. നമസ്കാരം സാർ. സുമേഷ് സാറേ. സാറേ നമസ്കാരമുണ്ട് സാറേ. ഞാൻ പിന്നെ നിങ്ങൾ ഒരാളായിട്ട് തന്നെ ഞാൻ ഇപ്പൊ നിൽക്കുകയാണല്ലോ സാറേ. നിങ്ങളവിടെ എപ്പോഴും ഉണ്ടല്ലോ ഓഫീസിൽ എപ്പോഴും വന്ന് നിങ്ങളെ പോലുള്ളവരെ കിട്ടിയാൽ വലിയ ദൈവാനുഗ്രഹം എന്ന് കണക്കാക്കുന്ന ആളാ സാറേ. കുറെ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരും ഈ നോട്ട്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നോട്ട്സിന്റെ കാര്യത്തില് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. അതിൽ എല്ലാം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ചിലതൊക്കെ നമുക്ക് ഈ സൂക്ഷിക്കത്തക്ക രീതിയിൽ ചില നോട്ട്സുകളുണ്ട്. അത് മാത്രം ഒരു DTPയോ എന്തെങ്കിലും എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ അതൊരു ഗുണമായിരിക്കും. എല്ലാ നോട്ടും കിട്ടിയില്ല, മെയിൻ പോയിന്റുകൾ മാത്രം ഉള്ള ഇതുണ്ടല്ലോ. അതായത് ജാതകപ്പൊരുത്തം നോക്കിയാൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചില പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അത് നമ്മൾ എപ്പോഴും റീകളക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് മാത്രമായിട്ടെങ്കിലും ഒരു ചാർട്ട് പോലെയോ എന്തെങ്കിലും ഒക്കെ ആക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് നിറഞ്ഞ മേശയുടെ അടിയിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് നോക്കാം. അതായത് മെയിൻ പോയിന്റുകൾ അത് മാത്രം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ കാണാതെ പഠിക്കേണ്ട ചില പോർഷൻസും ഉണ്ട്. ആശയശീലങ്ങളൊക്കെ കാണാതെ പഠിച്ചാലേ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ സാറിന്റെ ക്ലാസ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സാറിന്റെ ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കുറെ ഉള്ളിലോട്ട് പോയി പഠിക്കാനും ഗഹനമായി പഠിക്കാനൊക്കെ കഴിയുന്നുണ്ട്. സാറിന്റെ അനുഗ്രഹം എപ്പോഴും വേണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. സാർ ഇനിയും നന്നായിട്ട് പഠിപ്പിക്കട്ടെ എന്ന് മാത്രം പറയുന്നു സാർ. ഓക്കെ. അടുത്ത കൃഷ്ണൻ നമ്പൂതിരി സാറേ, രണ്ടു വാക്ക് പറയണം. ഓക്കെ. സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതിനു മുമ്പുള്ള മറ്റുള്ള ക്ലാസ്സുകളും വളരെ നല്ലതാണ്. ഇത്രയും നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഞാൻ പലരുടെ കീഴിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഗുരുനാഥന്മാരുടെ കീഴിൽ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും നല്ലതായിട്ട് എക്സാമ്പിൾസ് തന്നിട്ട് അത് അനലൈസ് ചെയ്ത് സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും നാൾ ഞാൻ പഠിച്ചത് ഇപ്പൊ എന്തോ ആയെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അത് പൂർണ്ണമായി. അതാണ് ഒരു സിസ്റ്റം കിട്ടി ഇവിടെ. അപ്പം അതാണ് ഇവിടെ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടായത്. ഒരു സന്തോഷമുണ്ട്. സാറിന്റെ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. ലാല് പറഞ്ഞപ്പോ ഇത്രയും നല്ല ക്ലാസ് ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ബാക്കി എല്ലാ ക്ലാസ്സിലും വന്നത്. അതുകൊണ്ട് സാറിനെ പരിചയപ്പെടുത്തി തന്നതിൽ ലാലിനും കൂടെ നന്ദിയുണ്ട്, സാറിനോട് നന്ദിയുണ്ട് കേട്ടോ. നമസ്കാരം. നമസ്കാരം. അടുത്ത ഭക്തകോലാഹലൻ. നമസ്തേ സാർ. നമസ്തേ. ഓഫീസിലാണ്. ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ക്ലാസ്. ഒരുപാട് ഇൻഫർമേഷൻ. താങ്ക്സ് സാർ. സംശയങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാൻ. അതെ ജോലിയാണ്, ഓഫീസിലാണ്. അന്ന് വന്നിരുന്നല്ലോ, ഓഫീസിൽ വന്നിരുന്നല്ലോ നമ്മുടെ. അതെ വന്നു. കൗടികാണോ? തിരുവനന്തപുരത്ത് വന്നായിരുന്നല്ലോ അല്ലേ ഒരു ദിവസം ഓഫീസിൽ? അതെ. അറിയാം, ഓർമ്മയുണ്ട്. ഓക്കെ, ശരി. ജ്വാല മാഡം ഉണ്ടോ? നമസ്തേ സാർ. എനിക്ക് സാറിന്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ക്ലാസ് തന്നെയാണ്. അടുക്കും ചിട്ടയായിട്ടുള്ള ക്ലാസ്സാണ് സാറിന്റെ. ഈ സാറ് പഠിപ്പിക്കുന്ന രീതിയിൽ എവിടെ ചെന്നാലും ഈ ശിഷ്യന്മാരെ പ്രത്യേകം തിരിച്ചറിയാൻ പറ്റിയത് എങ്ങനെയായിരുന്നു വെച്ചാൽ അടുക്കും ചിട്ടയും. ഞാനിപ്പോ കുറുപ്പ് സാറിന്റെ ക്ലാസ്സിൽ
ക്ലാസ്സിൽ പോകണ്ട. അപ്പൊ അവിടെ പറയുമ്പോ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഇത്രയും അടുക്കും ചിട്ടായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പറയണേന്ന്. അപ്പൊ അത് ഗുരുവിന്റെ മഹത്വം തന്നെയാണ്. ഞാൻ മോൻസാറിന്റെ ക്ലാസ്സിൽ നിന്ന് വിട്ടുപോകാണ്ട് ഇതിൽ തന്നെ നിക്കണത് അതുകൊണ്ട് സാറിന്റെ പ്രത്യേകത. നല്ല രീതിയിലാണ് സാറിന്റെ ക്ലാസ്സുകള്. വളരെ ആത്മാർത്ഥതയോടുകൂടി സാറെല്ലാം തുറന്നാണ് പഠിപ്പിക്കണത്. ശിഷ്യന്മാർക്ക് നല്ലത് തന്നെ വരണം എന്നുള്ള രീതിയിൽ. സാറിന് പ്രത്യേക നമസ്കാരം. ലാൽ സാറിന് പ്രത്യേക നമസ്കാരം. എന്ന് സാറിന്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉണ്ടാവും. ഓക്കെ, എല്ലാവരും വന്നിട്ടുള്ള എല്ലാവരും ഒക്കെ സംസാരിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്, എൻ്റെ സ്വന്തം പേരിലും ഈ സ്ഥാപനത്തിൻ്റെ പേരിലും. ഇനി സാറ് അതിനൊരു മറുപടി പ്രസംഗം പിന്നെ സാറിന് നമുക്ക് ലഭിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് 7 വർഷം തികയുമായിരുന്നു കഴിഞ്ഞ ദിവസം. കഴിഞ്ഞ ജനുവരി 30-നാണ് 7 വർഷം തികഞ്ഞത്. 8ാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എന്തായാലും സാറ് സംസാരിക്കുക. ശരി, സംസാരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറാണ് ആദ്യം സംസാരിച്ചത്. സാറ് പറഞ്ഞു ഇൻഫർമേറ്റീവ് ആണെന്ന് പറഞ്ഞു. പിന്നെ യോഗ ആയിട്ട് ബന്ധമുള്ള സാറാണ്. നോട്ടിനെ കുറിച്ച് സാറ് പറഞ്ഞു. അതിനെക്കുറിച്ച് ലാൽ സാറുമായിട്ട് ആലോചിച്ചിട്ട് അതൊരു നല്ല അഭിപ്രായമാണ്. അഭിപ്രായങ്ങൾ പറയുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാലേ നമുക്ക് മുന്നോട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ തുടങ്ങിയ സമയത്ത് ഇത്രയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളെ പോലുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളാണ് നമ്മളെ വലുതാക്കുന്നത്. നോട്ട് പ്രിന്റ് ചെയ്യുകയോ DTP എടുക്കുകയോ എന്നൊക്കെ ചെയ്യണമെന്നൊരു അഭിപ്രായം പറഞ്ഞു. അത് ആലോചിക്കാം. പിന്നെ സാർ പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. പിന്നെ പരമേശ്വരൻ സാർ പറഞ്ഞതും നല്ല ക്ലാസ് ആയിരുന്നു, നന്നായി മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ സാറിന് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ വന്നു പോകുന്ന ബുദ്ധിയായിരിക്കും. അത് കുഴപ്പമില്ല, നോട്ട് വായിച്ചാൽ മനസ്സിലാവും. പരമാവധി നോട്ട് തന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, വായിച്ചുകൊണ്ടാകും. പിന്നെ ബൈജു സാറ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് റിട്ടയറായ ബൈജു സാറ് പറഞ്ഞു കൊള്ളാം, നല്ല ക്ലാസ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ്. പല ഡിപ്പാർട്ട്മെന്റിനും റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞവരൊക്കെ ആകുമ്പോൾ ഈ ഫീൽഡിൽ വരുന്നത് തന്നെ ജ്യോതിഷത്തിന് വളരെ നല്ലതാണ്. കാരണം സർക്കാർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ജ്യോതിഷം പഠിക്കണമെന്നൊരു താല്പര്യം വരുമ്പോൾ, പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ എഡ്യൂക്കേഷനുള്ള ആൾക്കാരൊന്നും കൂടുതൽ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും ഉദ്യോഗ ലെവലിലുള്ള ആൾക്കാരൊക്കെ വരുന്നത് നമുക്കൊരു പ്രചോദനമാണ്. സാറിന് വളരെ നന്ദിയുണ്ട്. പിന്നെ രഘു സാറ് പറഞ്ഞത് ഇത് 4ാമത്തെ ബാച്ച് എന്ന് പറഞ്ഞു വരുന്നത്, സന്തോഷമുണ്ട്. നല്ല ക്ലാസ് എന്ന് പറഞ്ഞു, അതിനും സന്തോഷമുണ്ട്. പിന്നെ പ്രദീപ് അബുദാബി, അയാൾ ബേസിക് ആയിട്ട് സാർ ഒരു എഞ്ചിനീയർ ആണ്. എല്ലാ ക്ലാസ്സിലും ചേർന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ആണ്. എക്സാമ്പിൾസ് തരുന്നത്. പിന്നെ നോട്ട്സിനെ കുറിച്ച് പ്രദീപ് സാറും പറഞ്ഞു നോട്ട് കുറച്ചൊന്ന് പ്രിന്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. അത് ആലോചിച്ച് നോക്കാം. അത്യാവശ്യമുള്ള കാര്യമെങ്കിലും പ്രിന്റ് ചെയ്ത് തരണം. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇത് വച്ചിട്ടാണ് ഞാൻ ആ പ്രശ്നത്തിന് ലാസ്റ്റില് ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് മേശയുടെ അടിയിലിട്ട് ഇടാൻ വേണ്ടി തന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വരുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ട, എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്, എനിക്കതിലൊരു അഭിപ്രായം പറയാനുണ്ട്. നമ്മൾ അങ്ങനെ തരുന്നത് നമ്മളെ കൈ വിട്ടു പോകരുത്. അതൊരു ഞാൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം അത്രയേ ഉള്ളൂ. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ അടുത്ത് പഠിക്കുന്ന ആൾക്കാർ മാത്രം അത് ഉപയോഗിച്ചാൽ അതിൻ്റെ വെളിയിൽ പോകരുത്, അത്രയേ ഉള്ളൂ. ആ കാര്യം അങ്ങനെ ഇരിക്കണം. കാരണം ഇത് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. ബുക്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്, ഒരു ടാബ്ലറ്റ് രൂപമാക്കി വരുന്നതാണ്. അത് 8-10 ഈ ഫീൽഡിൽ നമ്മളൊക്കെ വന്നിട്ട്, ഞാനൊക്കെ വന്നിട്ട് 8 വർഷം വരെ, ടീച്ചിങ് ഫീൽഡ് വന്നിട്ട് 8 വർഷം വരെ ആവുന്നു. അപ്പോൾ ഇത്രയും കാലം എത്രയോ ബാച്ച് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ വേറെ ഒരു ജോലി ഇപ്പം പറയത്തക്ക രീതിയിലില്ല, റിട്ടയറായി. അപ്പോൾ ആ സമയത്തിന് അത്രയും ഇതിനു വേണ്ടി ചിലവാക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ പഠിച്ച്
പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. വേണ്ടത് ചെയ്യാം. നോട്ടിൻ്റെ ഏർപ്പാട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരും അതിൽ പ്രശ്നപ്പെടണ്ട. പിന്നെ സുമേഷ് സാറ് പറഞ്ഞു, സാറ് വളരെ നമ്മളുമായിട്ട് വളരെ അടുത്ത് പോകുന്ന ഒരു വ്യക്തിയാണ്, നമ്മളിൽ ഒരാളായിട്ടാണ് പോകുന്നത് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. പിന്നെ DTP എടുക്കണം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ നോക്കാം. അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അനുഗ്രഹം എപ്പോഴും ഉണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അതാണ് നമുക്കുള്ള ആവശ്യം. പ്രാക്ടീസ് ചെയ്ത് ഓരോരുത്തർ സ്ഥാപനം ഇട്ടിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നത്. ആരും ജാതകം അറിഞ്ഞുകൂടാന്ന് പറയരുത്. നമ്മുടെ കയ്യിൽ ഒരു ജാതകം കിട്ടിയാൽ, അഥവാ പറ്റിയില്ല എന്ന് നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ ഒരാൾ തന്നാൽ ഇപ്പം സമയമില്ല, ഞാൻ നാളെ നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കുറിപ്പിനെ വീട്ടിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം പറഞ്ഞു കൊടുത്താലേ മതിയല്ല. അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും. അങ്ങനെ കിട്ടുന്നതിനെ കളയാതെ വർക്ക് ചെയ്യും. ഞാനൊക്കെ അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ പഠിച്ച് ജാതകം നോക്കാൻ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണൻ നമ്പൂരി സാർ പറഞ്ഞു, നല്ല ക്ലാസ്സാണ്. പിന്നെ സാറ് വേറെയും ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടിയത് ഇപ്പോഴെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഭക്ത പറഞ്ഞു, തമിഴ്നാടാണെന്ന് തോന്നുന്നു, ചെന്നൈ ആണെന്ന് തോന്നുന്നു, ഒരിക്കൽ കണ്ടിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്, ഇൻഫർമേറ്റീവ് ആണ്. ഏത് സംശയവും ചോദിക്കാം എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഇനിയും ചോദിക്കണം. പിന്നെ ജ്വാല മേഡം നമ്മൾ തുടക്കം മുതലേ ഉള്ള ഒരു മേഡമാണ്. വളരെ എല്ലാ ബാച്ചിലും വരുന്നുണ്ട്. മേഡത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. നന്നായിട്ട് ഇപ്പം മേഡത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട സമയം. വരുന്ന ജാതകങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വിടരുത്. എല്ലാം അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ രക്ഷപ്പെട്ട് വരാനുള്ള എല്ലാ അനുഗ്രഹവും നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും. ഇങ്ങനെയൊന്നും പേടിക്കണ്ട. ഇനി എല്ലാവരും അഭിപ്രായം പറഞ്ഞതും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ വീഡിയോ നേരത്തെ ഓഫായിരുന്നു. ഒരു കാര്യം കൂടി പറയണ്ടേ സാർ, എനിക്ക് മോനെ സാറിന്റെ ഓർമ്മശക്തി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തേക്കത്തുള്ളൂ. കാരണം നമ്മളൊക്കെ എത്ര പഠിച്ചിട്ട് ഈ ലെവലിലൊന്നും എത്തുന്നില്ല. സാറിന്റെ ഓരോ ശ്ലോകങ്ങളും ആ നമ്പരും ഒക്കെ പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ ഭയങ്കര അമേസിംഗ് ആയിട്ടുണ്ട്. സാറിന്റെ ആ ഓർമ്മശക്തി നമ്മൾ ഇത്രയും പഠിച്ചിട്ടും സാറിന് എത്ര അടുത്തത് നമുക്ക് വരാൻ നോക്കുന്നില്ല. അതൊരു വളരെ ദൈവം തന്ന ഒരു കഴിവാണ് സാർ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഏത് ശ്ലോകം പറഞ്ഞാലും അത് ഏത് പുസ്തകത്തിലെ ഏത് ഭാഗമാണ് എത്ര ലൈനാണെന്നൊരു സാർ അത്രയും സാറിന് ആ ഒരു അതൊരു ദൈവമായിട്ടൊരു തന്ന ഒരു അനുഗ്രഹം. അതെനിക്ക് പറയാൻ നമുക്ക് ഇനി തൽക്കാലം നമുക്കിത് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കാം. നമുക്കൊരു പരീക്ഷ ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ഈ മാസം തന്നെ നടത്താം. നിങ്ങൾക്കെല്ലാം സർട്ടിഫിക്കറ്റും ആവശ്യമെങ്കിൽ മൊമെന്റോയും ഒക്കെ തരണമെന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും സാറിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഒരു കാര്യം കൂടെ, പരീക്ഷ എഴുതുമ്പോഴും ഭംഗിയായിട്ട് എഴുതണം. നിങ്ങൾ സാറ് ക്വസ്റ്റ്യൻ നേരത്തെ തരും, വച്ചിട്ട് ബുക്ക് റെഫർ ചെയ്ത് എഴുതിക്കൊണ്ടാൽ മതി. അത് എത്രത്തോളം മാക്സിമം എഴുതാമോ മാർക്ക് കണക്കാക്കി നേരെ നീറ്റ് എഴുതണം. നമുക്ക് ഒന്നും ബ്ലാങ്ക് ആവിടരുത്. മാർക്ക് ഇടേണ്ട സ്ഥലം കണ്ടുപിടിക്കണം. നന്നായിട്ട് എഴുതണം. പഠിച്ചിട്ടുള്ള നോട്ടൊക്കെ വെച്ചിട്ട് നോക്കിയൊക്കെ എഴുതിക്കൊള്ളാം. സാറേ, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ 1-2 തന്നാൽ വലിയ ഉപകാരമാകും. ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. നമ്മൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം സാർ. ശുഭരാത്രി. നമസ്കാരം. ശുഭരാത്രി. നമസ്കാരം. നമസ്കാരം.